എടുക്കുക. എബ്രായർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 7, 8, 9 വാക്യങ്ങൾ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹത്തിനായി വായിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക. ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്നും രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചും തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ആ വാക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിച്ച് കുഞ്ഞുങ്ങൾ എടുക്കണം. ഹീബ്രൂസ് ചാപ്റ്റർ 5 വേഴ്സ് 7, 8 and 9. എബ്രായർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അതിശക്തമായ ഒരു ദൂതാണ് ഇതിന്റെ അകത്ത് നിൽക്കുന്നത്. മോനെ 7 തൊട്ട് സ്ക്രീനിൽ കാണിച്ച് ഒന്നുകൂടെ ഒന്ന് വായിച്ച് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്. ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത്, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ ഐഹിക, അതായത് ഈ ഭൂമിയിലെ ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്നും രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അടുത്തത് 8, 9. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. 2 കാര്യങ്ങളാണ് ദൈവാത്മാവ് ഇതിൽ കൂടെ സംസാരിക്കുന്നത്. പ്രാർത്ഥനയുടെയും അനുസരണത്തിന്റെയും ജീവിതം. പ്രയർ ലൈഫിന്റെയും ഒബീഡിയൻസ്, അനുസരണത്തിന്റെയും ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. രണ്ടും ഈ വാക്കിന്റെ അകത്തുണ്ട്. ഒന്ന് പ്രാർത്ഥന, രണ്ടെന്താണ്? അനുസരണം. പ്രാർത്ഥന, അനുസരണം. അതായത് പ്രാർത്ഥനയുടെയും അനുസരണത്തിന്റെയും ജീവിതം അനുഗ്രഹത്തിന്റെയും അത്ഭുതത്തിന്റെയും ജീവിതമായിരിക്കും. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, പ്രാർത്ഥനയുടെയും അനുസരണത്തിന്റെയും ജീവിതം അനുഗ്രഹത്തിന്റെയും അത്ഭുതത്തിന്റെയും ജീവിതമായിരിക്കും. ഈ ലേഖനം എന്ന് പറയുമ്പോൾ ദൈവജനത്തിന് അപ്പോസ്തലനായ പൗലോസ് വിശ്വാസികൾക്ക് എഴുതുകയാണ്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കണം. ജീവിതത്തിൽ വിശ്വാസത്തിൽ വന്ന് യേശുവിനെ അറിഞ്ഞ് ജീവിതയാത്ര തുടങ്ങിയവരുടെ മുമ്പിൽ ചില പ്രതിസന്ധികൾ വന്നു. ഏറ്റവും വലിയ പ്രതിസന്ധി ക്രിസ്തുനാമ നിമിത്തമുള്ള പീഡ വന്നു. അതിശക്തമായ പീഡ വന്നപ്പോൾ ചിലര് ട്രാക്ക് മാറി. വേറെ ചിലര് ജീവിതയാത്ര മുന്നോട്ട് പോയപ്പോൾ ക്രിസ്തുവിന്ന് മാറി. ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും യാഗങ്ങൾക്കും മറ്റു പല വ്യക്തികൾക്കും പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാധാന്യം കൊടുത്തു പോകുന്ന ജനത്തെ തിരിച്ച് ആദ്യ സ്നേഹത്തിലേക്ക് വരുത്താനാണ് ഈ ലേഖനം എഴുതുന്നത്. അതാ പറയുന്നത്, ആദ്യ സ്നേഹത്തിലേക്ക് വരിക. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ എഫെസോസിലെ സഭയ്ക്ക് ദൂതൻ എഴുതുമ്പോ അവിടുത്തെ ദൂത് ഇതാ: നിന്റെ കഷ്ടത ഞാൻ മനസ്സിലാക്കുന്നു, ഇത്ര നാൾ പിടിച്ചു നിന്ന സഹിഷ്ണുത എല്ലാം അറിയാം, പക്ഷെ ഒരു കുറവ് നിന്നെ കുറിച്ചുണ്ട്. ആദ്യ സ്നേഹത്തിലേക്ക് നീ എന്ത് ചെയ്യാ? മടങ്ങ. ഫസ്റ്റ് ലവിലേക്ക് എന്ത് ചെയ്യാ? മടങ്ങി വരിക. അപ്പൊ എബ്രായ വിശ്വാസികൾ കർത്താവിനെ തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല, കർത്താവിലാണ്. പക്ഷെ അവര് വേറെ തലയായ ക്രിസ്തുവിനേക്കാൾ അപ്പുറം. ഇപ്പൊ നമ്മുടെ എല്ലാം എവിടെ ഇരിക്കുന്നേ? അതിൽ നമ്മളിപ്പം കൈക്കൊരു ഇഞ്ചുറി പറ്റിയാൽ അത്ര ടെൻഷൻ ഇല്ല. മുറിഞ്ഞാൽ തന്നെ 2 പാട്ടായ തന്നെ തുന്നിച്ചേർത്ത് റെഡിയാക്കാം. മറ്റെന്ത് വന്നാലും നമുക്ക്. പക്ഷെ തലയ്ക്ക് അവിടെ അതല്ല, നമ്മളെ ബൈക്കിൽ യാത്ര ചെയ്യുന്നവർ ഹെൽമെറ്റ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ എന്താ? മറ്റതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെങ്കിലൊക്കെ പാച്ച് വർക്ക് ചെയ്ത് ചിലപ്പോൾ 5-6 മാസം കഴിഞ്ഞാലും ഇതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാനുള്ളൊരു സാധ്യതയെങ്കിലും ഉണ്ട്. പക്ഷെ ബ്രെയിൻ ഒരു ഇഞ്ചുറി വന്നാൽ അത് പെട്ടെന്ന് സഡൻ ഡെത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒരു സേഫ്റ്റി മെഷർ പറയുന്നത്. എന്ന് പറയുന്ന പോലെ നമ്മുടെ തലയാര ക്രിസ്തുവാണ്.
അപ്പൊ ക്രിസ്ത്യ ജീവിതത്തിന്റെ തല ക്രിസ്തുവാണ്. ആ ബന്ധത്തിന് എന്തെങ്കിലും പറ്റിയാൽ അത് പിന്നീടുള്ള ജീവിതത്തെ ബാധിക്കും. കാരണം ആ നരമ്പുകൾ, നമ്മുടെ എല്ലാം ഈ നരമ്പുകളെല്ലാം നാടി ഇതെല്ലാം ഈ സജീവമാവാൻ കാരണം, ഞാൻ ഈ കൈയൊക്കെ ഉയർത്തി ഇങ്ങനെ പറയാൻ കാരണം എന്താ? അപ്പൊ ഇത് കറക്റ്റ് കണക്ഷൻ കറക്റ്റ് ആണ്. ഹല്ലേലൂയ എന്ന് പറയുന്ന പോലെ ദൈവജനത്തിന്റെ തലയായ ക്രിസ്തു, ആ ക്രിസ്തുവിനെ വിട്ടിട്ട് ജീവിതം ചേഞ്ച് ആവാൻ തുടങ്ങി. അപ്പോൾ അവരോട് പറഞ്ഞ് വീണ്ടും ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. അത് 1, 2, 3, 4 അധ്യായങ്ങൾ വായിക്കുമ്പോൾ മോശയേക്കാൾ, ദൂതന്മാരെക്കാൾ, സകലത്തിനേക്കാൾ 4-ാം അധ്യായം വരുമ്പോൾ ഏറ്റവും വലിയ ശ്രേഷ്ഠ മഹാപുരോഹിതനായി, പുരോഹിതന്മാർ പലതുമുണ്ട്, മഹാപുരോഹിതനുണ്ടെങ്കിൽ ശ്രേഷ്ഠ ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ് യേശു ക്രിസ്തുവാണ്. ഇത് പറഞ്ഞിട്ടാണ് 5-ാം അധ്യായം നമ്മൾ വായിച്ചതിലേക്ക് വരിക. ആരെ കുറിച്ചാണ് പറഞ്ഞതെന്നറിയാമോ? നമ്മുടെ യേശു കർത്താവിന്റെ ജീവിത അനുഭവം പറയാണ്. യേശു ഐഹിക ജീവിതകാലത്ത്, അതായത് ഈ ഭൂമിയിൽ വന്നപ്പോൾ 2 പ്രത്യേകത ഉണ്ട്. ദൈവപുത്രനായി ദൈവമായവൻ ഈ ഭൂമിയിലേക്ക് വന്നു. അപ്പോൾ തന്നെ ഈ ഭൂമിയിൽ വന്നപ്പോൾ അവൻ പൂർണ്ണ മനുഷ്യനായി. ചിലപ്പോൾ ഈ വാക്ക് നമ്മൾ വായിക്കുമ്പോൾ, 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ ദൈവം വേറെ ആരാ? അങ്ങനല്ല. ചില ബൈബിൾ യേശു ക്രിസ്തു ചില സമയത്ത് പറയുന്ന വാക്കുകൾ അത് മനുഷ്യത്വത്തിൽ നിന്നും പറയുന്ന ചില വാക്കുകളുണ്ട്. പൂർണ്ണ മനുഷ്യന എന്ന് നിൽക്കുന്ന ഒരു അനുഭവത്തിൽ നിന്ന്. അപ്പൊ അതാണ് പറയുന്നത് ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത്, ഇനിയും പറയുന്നത് തന്റെ മരണത്തിൽ നിന്നും രക്ഷിപ്പാൻ കഴിയുന്നവനോട്. അവിടെ നിൽക്കുമ്പോ തന്നെ കർത്താവിന്റെ അന്ത്യസമയത്ത് പറയുന്നുണ്ട്, ഞാൻ ഒന്ന് വിടുവിച്ചാൽ മതി, ദൂതന്മാർ ഇറങ്ങി എന്നെ എന്ത് ചെയ്യും? മരണത്തിൽ നിന്ന് ഈ ക്രൂശി കയറാതെ വിടുവിക്കും. അപ്പം ദൈവമാണ്, ഞാൻ ചിന്തിച്ചാൽ മതി, ദൂതൻ ഇറങ്ങും, വൻ സൈന്യം ഇറങ്ങും, ഒരു വീലാസോനും എന്നെ ക്രൂശിക്കാൻ പറ്റത്തില്ല, അവിടുന്ന് രക്ഷപ്പെടാം. പക്ഷെ ഞാനിപ്പോ അനുവദിച്ചു കൊടുക്കുന്നത് ഇത് അങ്ങനെ സംഭവിക്കേണ്ടതാണ് എന്നും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതാണ് ബൈബിളിൽ ഏറ്റവും വലിയ പ്രധാനം. ഒരു സൈഡ് മാത്രം നമ്മൾ എടുക്കരുത്, ഇപ്പുറത്ത് അതിന്റെ വേറൊരെണ്ണം പറഞ്ഞിട്ടുണ്ട്. ഇത് വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്തോ കർത്താവ് അങ്ങനെ പറയുന്നത്, തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നതിനോട്. അങ്ങനല്ല, ഇത് മനുഷ്യത്വം എന്ന് പറയാണ്. ഈ ഭൂമിയിലായിരിക്കുമ്പോ യേശു എന്ത് ചെയ്തെന്നാ പറഞ്ഞേ? പ്രാർത്ഥിച്ചെന്നാ പറഞ്ഞേ. തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും അപേക്ഷിച്ചു. ലൈഫ് ഓഫ് പ്രെയർ പറയുക, ജീവിതത്തിൽ പ്രാർത്ഥനയുടെ പ്രാധാന്യം പറയുക. യേശു പ്രാർത്ഥിച്ചു. അതെവിടെ പ്രാർത്ഥിച്ച് ഞാൻ പറയാൻ പോവാം. എന്നിട്ട് പിന്നെ താരോട്ട് പറയുന്നു, അവൻ അനുസരണമുള്ളവനായിരുന്നു. ആ പ്രാർത്ഥനയിൽ എങ്ങനായിരുന്നു? അനുസരണമുള്ളവനായിരുന്നു. അതുകൊണ്ട് ആ അനുസരണം ചെയ്തുകൊണ്ട് തന്നെ അനുസരിക്കുന്നവരെ എല്ലാം രക്ഷിപ്പാൻ താൻ പ്രാപ്തനായി. യേശു കർത്താവ് അനുസരണമുള്ളവനായി താൻ പ്രാർത്ഥിച്ചപ്പോ അതിന്റെ വിടുതൽ കിട്ടി. ആ വിടുതൽ കിട്ടിയതിന്റെ ഗുണം തന്നെ അനുസരിക്കുന്നവരെ എല്ലാം രക്ഷിപ്പാൻ അവൻ കാരണഭൂതനായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമേറിയ ദൂത് അതിലേക്ക് വരികയാണ്. അപ്പം നമ്മൾ ആരെയോടാണ് പ്രാർത്ഥിക്കുന്നത്? ആരെയാണ് അനുസരിക്കേണ്ടത്? ഇത് നമ്മൾ അകത്ത് കയറിയാലേ നമുക്ക് പ്രാർത്ഥിക്കാനും അനുസരിക്കാനും തോന്നുള്ളൂ. ആരാ നമ്മുടെ ദൈവം? ഇവിടെ പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു, രക്ഷിപ്പാൻ കഴിയും, അവനെ അനുസരിക്കണമെന്ന് പറയുന്നു. ആരാ ദൈവം? നമ്മൾ ഇന്ന് 146-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചില്ലേ? 146-ാം സങ്കീർത്തനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ജീവനുള്ള കാലത്തോളം ദൈവത്തെ എന്ത് ചെയ്യണം? സ്തുതിക്കണം. 3 കാര്യങ്ങൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആരെ സ്തുതിക്കണം? ആരിൽ ആശ്രയിക്കണം? ആരിൽ പ്രത്യാശ വെക്കണം? ആരെ സ്തുതിക്കണം? ആരെ ആശ്രയിക്കണം? ആരിൽ പ്രത്യാശ വെക്കണം? അവിടെ പറയുന്നുണ്ട് 146-ന്റെ 5ഉം 6ഉം. ആരിൽ ആശ്രയിക്കണം, ആരെ ആരാധിക്കണം, ആരിൽ പ്രത്യാശ വെക്കണം. യാക്കോബിൻ 5ഉം 6ഉം വായിച്ചേ. യാക്കോബിന്റെ ദൈവം സഹായമായി തന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. 6 അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി അവൻ എന്നേക്കും വിശ്വസ്തത കാക്കുന്നു. ആരെ ആരാധിക്കണം? ആരെ ആശ്രയിക്കണം? ആരെ വിശ്വസിക്കണം? ഉറക്കെ പറ. ആരെ ആരാധിക്കണം? ആരെ ആശ്രയിക്കണം? ആരിൽ പ്രത്യാശ വെക്കണം? ആരിൽ വെക്കുന്നറിയോ? ആകാശവും ഭൂമിയും നിർമ്മിച്ച വിശ്വസ്തനായ ഒരു ദൈവമുണ്ട്. അവനെ മാത്രമേ ആരാധിക്കാവൂ, അവനിൽ മാത്രമേ പ്രത്യാശ വെക്കാവൂ. ആരിൽ ആശ്രയിക്കുന്നറിയാം? യാക്കോബിനെ സഹായിച്ചൊരു ദൈവമുണ്ട്, അവനെ നീ ആശ്രയിക്കണം. അതാ യാക്കോബിനെ സഹായിച്ച ദൈവം ആരാ? എന്തോ യാക്കോബിനെ സഹായിച്ചേ?
സ്വന്തം വീട്ടിൽ നിന്ന് സഹോദരൻ കാരണം നിൽക്കാൻ പറ്റാതെ അമ്മയുടെ ഉപദേശപ്രകാരം സ്വന്തം വീട്ടിൽ നിന്ന് ഒന്നുമില്ലാതെ ഇറങ്ങിത്തിരിക്കേണ്ടവനായിരുന്നു യാക്കോബ്. അങ്ങനെ ഇറങ്ങിത്തിരിച്ചവനാണ്. ഹല്ലേലൂയ. ഒന്നുമില്ലാതെ ഇറങ്ങിത്തിരിച്ചു. പക്ഷെ ചില അധ്യായങ്ങൾ കഴിഞ്ഞപ്പോൾ, ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ഒന്നുമില്ലാതെ ഇറങ്ങിത്തിരിച്ചവനെ ഇരു കുടുംബമാക്കി മാറ്റി, ബഹുസമ്പത്താക്കി മാറ്റി. അവിടം കൊണ്ട് തീർന്നില്ല. ഒറ്റ രാത്രി കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒറ്റ രാത്രി യാക്കോബ് എന്ന് പറയുന്നവനെ ഇസ്രായേൽ എന്ന ഒരു രാജ്യമാക്കി ഒറ്റ രാത്രി കൊണ്ട് മാറ്റിയതാണ് എന്റെ യാക്കോബിനെ സഹായിച്ച ദൈവം എന്ന് പറയുന്നത്. ഇന്ന് പകൽ ആരിൽ നീ ആശ്രയം വെക്കണം, ആരിൽ നീ പ്രത്യാശ വെക്കണം, ആരിൽ ആശ്രയിക്കണം? ഇവിടെ വന്ന സകലതിനെ നോക്കി ദൂത് പറയുന്നു, നീ ഒറ്റപ്പെട്ട അനുഭവമാണെങ്കിലോ, നിന്റെ വീട്ടിൽ നിനക്ക് ഒരു വിലയില്ലാത്ത അവസ്ഥയാണെങ്കിലോ, നീ ഇറങ്ങിത്തിരിക്കേണ്ട അവസ്ഥ വന്നാലോ, ഒറ്റ രാത്രി കൊണ്ട് നിന്നെ അനുഗ്രഹിച്ചോ. ഇന്ന് പകൽ ചിലതിനോട് ദൂത് പറയാ, ആരുമില്ലെന്ന് പറഞ്ഞ് നീ ഭാരപ്പെടരുത്. നീ ഒറ്റയ്ക്കാണെങ്കിലോ, നീ ഒറ്റപ്പെട്ടാലോ, യാക്കോബിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. ഇന്ന് ആരൊക്കെ ദൈവം ഉറപ്പിക്കുകയാണ്, ആരൊക്കെ ദൈവം ഉറപ്പിക്കുകയാണ്. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിന്റെ അകത്ത് നീ ഒറ്റപ്പെട്ടാലോ, നിന്റെ ജീവിതത്തിന്റെ അകത്ത് നീ തകർക്കപ്പെട്ടാലോ, ഇന്ന് ഉയർത്തുന്നൊരു ദൈവമുണ്ട്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഒറ്റപ്പെട്ടെന്ന് പറഞ്ഞാലും യാക്കോബിന്റെ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? ശൂന്യതയിലും ദൈവം പ്രവർത്തിക്കും. അസ്ഥിത്താൽവരെയും അസ്ഥിയുടെ അനുഭവത്തിലും ദൈവം പ്രവർത്തിക്കും. നാറ്റം വെച്ച അനുഭവത്തിലും ദൈവം പ്രവർത്തിക്കും. ശൂന്യതയിലും ദൈവം പ്രവർത്തിക്കും. അസ്ഥി താൽവര പോലെ നിൽക്കുന്ന അനുഭവത്തിലും ദൈവം പ്രവർത്തിക്കും. പ്രത്യാശയില്ലാത്ത അവസ്ഥയാണ് അസ്ഥിയെ കാണിക്കുന്നത്. നാറ്റം വെച്ച അസ്ഥ തീർന്നു, ഫിനിഷ് ആയതാണ് നാറ്റം വെച്ചത്. നാറ്റം വെച്ചതിലും ദൈവം പ്രവർത്തിക്കും. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, അവനിൽ ആശ്രയിക്കുക, അവന്റെ സന്നിധിയിലേക്ക് വരിക. പ്രിയരെ, ആ ഒരു ദൂതെന്ന് പറഞ്ഞോട്ടെ, ആരിലാണ് ആശ്രയിക്കേണ്ടത്? ആരെയാണ് ആരാധിക്കേണ്ടത്? ആരിലാണ് പ്രത്യാശ വെക്കേണ്ടത്? യാക്കോബിന്റെ ദൈവം ആകാശവും ഭൂമിയും നിർമ്മിച്ച ദൈവം എന്ന് മാത്രമല്ല, വിശ്വസ്തനായ ദൈവം. നമ്മുടെ ദൈവം ആരാ? അതിന്റെ അർത്ഥം വെച്ചാൽ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം. അവൻ എന്തെങ്കിലും പറഞ്ഞ അതെന്റെ ദൈവം ചെയ്യും. എന്തോ ഇന്ന് ഹൃദയങ്ങളെ ഉറപ്പിച്ച് പറയാം, നീ ഒറ്റപ്പെട്ടു എന്ന് തോന്നിയാലും, നീ ഒറ്റയ്ക്ക് ഉള്ളൂ എന്ന് തോന്നിയാലും, യാക്കോബിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. അവൻ നിനക്ക് വേണ്ടി ഇറങ്ങും, നിന്റെ തലമുറക്ക് വേണ്ടി ചലിക്കും, നിന്റെ കൂടാരത്തിൽ അവൻ പ്രവർത്തിക്കും. ശ്രദ്ധിച്ച 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ ഇസ്രായേൽ രാജാവും യഹൂദ രാജാവും, അതായത് യഹൂദ രാജാവ് യഹോശഫാത്തും ഏദോം രാജാവും മോവാബർക്കെതിരെ യുദ്ധത്തിന് ഒന്നിച്ചു പോകുന്ന അനുഭവമുണ്ട്. അങ്ങനെ ഒന്നിക്കാൻ സാധ്യതയില്ല, പക്ഷെ ഒന്നിച്ചാ പോയെ. ഇസ്രായേൽ രാജാവും യഹൂദ രാജാവും ഏദോം രാജാവും കൂടെ ചേർന്ന് എന്ത് ചെയ്തു? മോവാബിന് യുദ്ധത്തിന് പോയി. പക്ഷെ ബൈബിൾ ഇങ്ങനെ ഒരു വചനം പറയുന്നുണ്ട്, അവർ മുന്നോട്ട് പോയപ്പോ 7 ദിവസം വഴി ചുറ്റി നടന്ന ശേഷം അവർക്കും അവരുടെ കൂട്ടത്തിലുള്ള സൈന്യത്തിനും മൃഗങ്ങൾക്കും വെള്ളം കിട്ടാതായി. 3 പേരോട് വലിയ പ്രതീക്ഷ ഇറങ്ങി തിരിച്ചതാ, നമ്മൾ 3 പേരോട് നിന്നാ മോവാബിനെ നമുക്ക് തകർക്കാം, ജയം കിട്ടുമെന്ന് പറഞ്ഞ് പോയതാ. 2 രാജാക്കന്മാർ 3:9 ബൈബിൾ കിടപ്പുന്നു. 7 ദിവസം അവരെന്ത് ചെയ്തു? ചുറ്റി നടന്നു. 7 ദിവസം ചുറ്റി, വെള്ളമില്ലാതെ അലഞ്ഞു. ശൂന്യതയാണ്. അപ്പൊ ഇസ്രായേൽ രാജാവ് ചോദിക്കുന്നുണ്ട്, യോ ഇറങ്ങി തിരിച്ചിട്ട് ഈ അനുഭവത്തിൽ മോവാബിനെ നമ്മൾ ഏൽപ്പിക്കപ്പെട്ടു പോവോ? വലിയ പ്രതീക്ഷയോടെ ഇറങ്ങി തിരിച്ചതാ. ഇപ്പൊ ഒന്നും കിട്ടാതെ കിടന്ന് അലയുന്ന അവസ്ഥ. ഇന്ന് പകൽ ചിലതിനോട് ദൂത് പറയാ, പ്രതീക്ഷയോടെ നീ ഇറങ്ങി തിരിച്ചിട്ട് ഇപ്പൊ നീ ഒന്നും കണ്ടല്ലോ പറഞ്ഞാൽ ഒരിക്കലും ഭാരപ്പെടരുത്. യാക്കോബിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. അവന്റെ സന്നിധിയിൽ വന്നാൽ പ്രാർത്ഥിച്ചുള്ള ഗുണം പറയാം. അപ്പോഴാണ് അവരന്വേഷിക്കുന്നത്. യഹൂദ രാജാവ് ചോദിച്ചു, ദൈവത്തിന്റെ ദാസനായ ആരെങ്കിലും ഇവിടെ ഉണ്ടോ?
അപ്പനറിയ എലീശ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. എലിയാവിന്റെ കൂടെ നിന്ന് എലീശ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. എലീശ അടുത്തേക്ക് ചെന്നു. അവർ ആലോചന ചോദിച്ചു, ഞങ്ങൾക്ക് വെള്ളമില്ല, ഞങ്ങളുടെ കൺമുമ്പിൽ ശൂന്യത കാണുന്നത്. ദൈവത്തിന്റെ ആലോചന ചോദിച്ചു, ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നു. ആ വാക്കെല്ലാവരും ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 16-17 ഒന്ന് വായിച്ചേ. 2 രാജാക്കന്മാർ 3:16-17 വായിച്ചു. അവൻ പറഞ്ഞതെന്തെന്നാൽ, എലീശ പറഞ്ഞതെന്നാൽ, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളെ നോക്കി യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ. ഇതൊക്കെ വെള്ളമില്ലാതെ 7 ദിവസം വലഞ്ഞവനോട് പറയാണ്, ഈ താഴ്വരയിൽ നിങ്ങൾ എന്ത് ചെയ്യാ? അനേക കുഴികൾ വെട്ടുവീൻ. എത്ര കുഴി വെട്ടാൻ പറ്റും അത്ര വെട്ടിക്കോ. ഇന്ന് പകൽ ദൈവം ചില ജീവിതത്തിന്റെ അനുഭവത്തിൽ ഇന്നത്തെ മീറ്റിംഗ് എന്തോ, നിങ്ങൾ ചിലരോട് കുഴി വെട്ടാൻ പറയോ? നിന്റെ കൺമുമ്പിൽ ഒന്നും കാണത്തില്ലായിരിക്കാം, പക്ഷെ നീ വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യുക. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക, കുഴിവെട്ടിക്കുക. ഇന്ന് ചിലരോട് പറയുന്നു, ചിലതൊന്നും കൺമുമ്പിൽ കണ്ടില്ലേലും നീ വിശ്വാസത്തോടെ കുഴിവെട്ട. അടുത്ത വാക്ക ഭയങ്കര മനോഹരമായിരിക്കും. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. പക്ഷെ ഞാനൊരു ദൂത് പറയുകയാണ്, നീ കാറ്റ് കാണത്തില്ല, ഒരു മഴയുടെ കോളും മഴയുടെ ഒരു അംശം പോലും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ നീ ഈ താഴ്വരയിൽ വെട്ടാവുന്ന കുഴി മൊത്തം വെട്ടിക്കോ. ഒരു ദൂത് പറയുകയാണ്, നിനക്കും നിന്റെ മൃഗങ്ങൾക്കും നിന്റെ മൃഗവാഹനങ്ങൾക്കും കുടിക്കത്തക്കവണ്ണം വെള്ളം കൊണ്ട് നിറയും. ഇന്ന് പകൽ ചിലതിനോട് ആത്മീയ ഭൗതിക വിഷയത്തോട് ദൈവാത്മാവ് പ്രവചിക്കുകയാണ്. ഇന്ന് പകൽ ചിലരെ ബലപ്പെടുത്തുക. ഒന്ന് ശ്രദ്ധിച്ചേ, ദൈവമക്കളായ നമുക്ക് പറ്റുന്ന അബദ്ധം എന്നറിയാമോ? ഈ നിരാശ വരുമ്പോ കുഴിവെട്ടൽ കുറയ്ക്കും, അല്ലെ പേരിന് 2-3 വെട്ടും. ഞാൻ പറയാം, പ്രതീക്ഷയില്ലാതെ നിരാശക്കകത്തിരിക്കുമ്പോൾ കുഴി അധികം വെട്ടിക്കുക. കാരണം എത്ര നീ വെട്ടിയാലും അത്രയും നിറയും. പറഞ്ഞു മനസ്സിലായി? എത്രത്തോളം വെട്ടിക്കോ. ഇന്നും നീ പ്രാർത്ഥിച്ചോ, നാളെയും പ്രാർത്ഥിച്ചോ. ഇന്ന് പകൽ എത്ര നീ പ്രാർത്ഥിച്ചോ, എത്ര നീ കണ്ണീര് കണ്ടോ, എത്ര ഉപവസിച്ചോ, അതിന്റെ കുഴികൾ നിറയും. ഇന്ന് പകൽ ചിലതിനോട് പറയുന്നു, നീ കണ്ണീരോടെ വിതയ്ക്കുന്നത് നീ ആർപ്പോടെ കൊയ്യും. കുരിവെട്ടിക്കോ. നീ കാറ്റ് കാണത്തില്ല, നീ കോള് കാണത്തില്ല, ഒരു കാർമേഘവും കാണത്തില്ല, പക്ഷേ ആ താഴ്വരകൾ വെള്ളം കൊണ്ട് നിറയും. ഇന്ന് പകൽ ദൈവസഭയോട്, ഓരോ കുടുംബങ്ങളോട് ഈ പ്രവചനം, ഹല്ലേലൂയ, ഞാൻ എല്ലാവരെയും നോക്കി പ്രവചിക്കുക. ചർച്ചിന്റെ മീതെ നിന്ന് ഞാൻ പ്രവചിക്കുന്നു. ഓരോ കുടുംബങ്ങളെ വ്യക്തികൾ നോക്കി പ്രവചിക്കുന്നു. വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്തോ. നീ കാറ്റ് കണ്ടില്ലേലോ, നീ കോള് കണ്ടില്ലേലോ, നിന്റെ താഴ്വരകൾ, നിന്റെ കുഴികൾ വെള്ളം കൊണ്ട് നിറയുന്ന നാളുകൾ സമീപമായി. ഇത് പ്രാപിച്ചോ. വെറുതെ അല്ല ഇന്നത്തെ ആരാധന. നിങ്ങളെ ഇതിന്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇന്നെന്തോ പ്രാപിക്കാനാ, ഇന്നെന്തോ ഇവിടെ നടക്കാനാ. കുഴിവെട്ടിക്കോ, കുഴിവെട്ടിക്കോ. ആരാധിച്ച് കുഴിവെട്ടിക്കോ, പ്രാർത്ഥിച്ച് കുഴികൾ വെട്ടിക്കോ, കൽപ്പിച്ച് കുഴികൾ വെട്ടിക്കോ. നിന്റെ താഴ്വരകൾ വെള്ളം കൊണ്ട് നിറയാൻ പോയ. Fill Lord, fill Lord. മടുക്കരുത്, മടുക്കരുത്, മടുക്കരുത്. നിരാശപ്പെടരുത്, മടുക്കരുത്. ദൈവ കുഞ്ഞെ, ദൈവ പൈതലേ, മാതാവേ, പിതാവേ, കുഞ്ഞെ, നീ മടുക്കരുത്, നീ മടുക്കരുത്, നീ നിരാശപ്പെടരുത്. കുഴി വെട്ടിക്കോ, കുഴി വെട്ടിക്കോ. ഇന്ന് കാറ്റ് കണ്ടില്ലേലും, ഇന്ന് കോള് കണ്ടില്ലേലും, ഇന്ന് കാർമേഘം കണ്ടില്ലേലും, നിന്റെ താഴ്വരകൾ, നിന്റെ കൂടാരം, നിന്റെ തലമുറ, നിന്റെ ഭാവി നിറയുന്ന നാളുകൾ വരും.
Your presence fill this place. Riba baba shabale batara. Lebebe ya siatara arigadagadiatara. യേശുവിന്റെ നാമത്തിൽ ഒന്നും കാണാത്തപ്പോൾ മകള് കുഴിവെട്ടിക്കോ നിറയ്ക്കുന്ന ദൈവമാണെന്ന് യാക്കോബിന്റെ ദൈവം ഒറ്റപ്പെട്ടതും ഒരു അനുഭവത്തെ മാനിക്കുന്ന ദൈവം. Your presence, Jesus. Thank you, Holy Spirit. ഇന്ന് പകൽ ദൈവം ചിലരോട് പറയാ, നീ കുഴി വെട്ടുന്നത് കുറയ്ക്കരുത്. ചില നിരാശ കണ്ട് വേദന കണ്ട് കുഴി വെട്ടുന്നത് നീ കുറയ്ക്കരുത്. നീ വെട്ടിക്കോ. നിറയ്ക്കുന്നൊരു ദൈവമുണ്ട്. അവന്റെ സമയത്ത് ദൈവം നിറയ്ക്കും. ഇന്ന് ചിലപ്പോ ആ കുഴി വെട്ടുന്ന കാണുമ്പോ ഒന്നും കാണാതെ നീ ചെയ്യുമ്പോ ചിലർ നിന്നെ കളിയാക്കും. പക്ഷെ കളിയാക്കിയവർക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഒരു വെള്ളം നിറയുമ്പോ വെട്ടിയ കുഴി മൊത്തം നിറയും. അവ എത്രത്തോളം നിനക്കും നിന്റെ ആടുമാടുകൾക്കും നിന്റെ മൃഗവാഹനങ്ങൾക്കും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വരയിൽ വെള്ളം കൊണ്ട് നിറയും. മഴയില്ല, മഴക്കോളില്ല, കാർമേഘമില്ല, ഒന്നുമില്ല. കുഴി വെട്ടി. സംഭവിച്ചെന്തറിയോ? 20 വായിച്ചേ. 20 പിറ്റേന്നാൾ രാവിലെ ഭോജനയാഗത്തിന്റെ സമയത്ത് വെള്ളം ഏതോം വഴിയായി വരുന്നത് കണ്ടു. ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു. പിറ്റേ ദിവസം മലവെള്ളപ്പാച്ചിലുള്ള ഡാം തുറന്നു വരുന്നവിടെ അവിടുന്ന് ഒരു പെട്ടെന്ന് വെള്ളം ഒഴുക്ക്. മഴയൊന്നുമില്ല, പക്ഷെ പെട്ടെന്ന് കുഴി വെട്ടിയില്ലായിരുന്നെങ്കിൽ ഒഴുകി അങ്ങ് പോയേനെ. കുഴി വെട്ടിയതുകൊണ്ട് ഇത് ഒഴുകിയത് എല്ലാ കുഴി നിറഞ്ഞ് 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 കടലിൽ പോയി കാണും. അല്ലെങ്കിൽ എല്ലാം കൂടെ വെറുതെ കടലിൽ പോത്തേ ഉള്ളായിരുന്നു. കടലിൽ പോകുന്നതിന് മുമ്പേ വെട്ടിയ കുഴിക്കകത്ത് മൊത്തം നിറഞ്ഞ്. ഇന്ന് പകൽ ഒരു ദൈവപ്രവൃത്തി വരുന്നുണ്ട്. നീ പ്രാർത്ഥിച്ചും കണ്ണീരോടെ ഇട്ട കുഴികൾ ഉണ്ടെങ്കിൽ അത് നിറയാതെ പോകത്തില്ല. എന്തോ ഒരു നിറവ് ദൈവം ചെയ്യും. കർത്താവേ, കുടുംബങ്ങളിൽ അത് ചെയ്യണം, വ്യക്തികളിൽ അത് ചെയ്യണം. ഞങ്ങൾ സഭയായും ചെയ്യുന്നു. ഞങ്ങൾ കർത്താവെ കുഴികൾ വെട്ടുന്നു. ദൈവപ്രവൃത്തിക്കായി, ആത്മാക്കളുടെ വരവിനായി, ദേശത്തിന്റെ ഉണവിനായി, ഒരു വലിയ കൊയ്ത്തിനായി ഞങ്ങൾ കുഴികൾ വെട്ടുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരു ലേറ്റർ റെയിൻ, ഒരു പിന്മഴ പെയ്യും, ഒരു പിന്മഴ പെയ്യും, ഒരു പിന്മഴ പെയ്യും. ഞങ്ങളുടെ താഴ്വരകൾ നിറയുന്ന പിന്മഴ. ഏത് ശൂന്യതയിലും ദൈവം പ്രവർത്തിക്കും. ദൈവം പ്രവർത്തിക്കും. ആ ദൈവത്തോടാ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ആരാ നമ്മുടെ ദൈവം എന്ന് മനസ്സിലായല്ലോ. ഇന്ന് പകൽ ഇതിനകത്ത് നിറയോ കർത്താവ്. ചിലരോട് പറഞ്ഞു, നീ പ്രാർത്ഥിച്ചോ, ദൈവം ചിലതിനെ നിറയ്ക്കാൻ പോവാ. ദൈവം ചിലതിനെ നിറയ്ക്കാൻ പോവാ. ദൈവം ചിലതിനെ നിറയ്ക്കാൻ പോവാ. നിറവ് വെളിപ്പെടാൻ പോവാ. ഞാനിവിടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആത്മാവിൻ വെളിപ്പാട് മനസ്സിലാകുന്നു. ഒരു ബോക്സ് പൊതിഞ്ഞിട്ട് ഈ ഡെക്കറേറ്റ് ചെയ്യാൻ അവസാനം ഈ റിബൺ പോലെ വെള്ളയൊക്കെ വെച്ച് ഇങ്ങനെ നല്ല ഡെക്കറേറ്റ് ചെയ്യത്തില്ലേ, ഇതുപോലെ ചില ജീവിതത്തിന് അതും കൂടെ ചെയ്യാനുണ്ട് നിന്റെ ജീവിതത്തിൽ. അത് ദൈവം ഈ ദിവസങ്ങളിൽ ചെയ്യാൻ പോവാ. ചിലതിൻ്റെ ജീവിതത്തെ ഒന്നുമില്ലാത്തതിനെ പിടിച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെ ചില ലൈഫിനെ ദൈവാത്മാവ് ചെയ്യുന്നു. നമ്മൾ വായിച്ചതിലേക്ക് വരാൻ പോവാ. നമ്മൾ വായിച്ച യേശു കർത്താവ് ഈ ഭൂമിയിലായിരിക്കും. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായി. താൻ പ്രാർത്ഥിച്ചു, താൻ അനുസരിച്ചു. പ്രാർത്ഥന, അനുസരണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും
പ്രാർത്ഥനയുടെ അനുസരണത്തിന്റെ ജീവിതം നമുക്കുണ്ടായിരിക്കണം. ഉണ്ടെങ്കിൽ അത് അത്ഭുതത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ജീവിതമായിരിക്കും. അത്ഭുതത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ജീവിതമായിരിക്കും. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ദൈവസ്ഥാനിൽ ഇരുന്ന് ദൈവത്തിന് നന്ദി കരയറ്റണം. ദൈവം തന്ന നന്മകളെ ഓർത്ത് ദൈവം ഓർത്ത് നമ്മൾ അപ്പോൾ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റും. പ്രാർത്ഥനയെ കുറിച്ച് ബൈബിളിലെ ഓരോ വാക്കുകൾ കോർത്ത് വായിക്കുമ്പോൾ ഒരു കാര്യമാണ്, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. അനുഗ്രഹത്തിന്റെ ഒരു കീ പോലെയാണ്, ഒരു ചാവി പോലാണ്, ഒരു താൽക്കോൽ പോലാണ് പ്രാർത്ഥന ജീവിതത്തെ നമുക്ക് കാണാൻ പറ്റും. അതിട്ട് തുറക്കുമ്പോൾ ചില കലവറകൾ തുറക്കും. അത് വിടുതലിന്റെ ആകാം, സൗഖ്യത്തിന്റെ ആകാം, എന്തിന്റെ ആയിക്കോട്ടെ. പ്രാർത്ഥന ജീവിതം ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്നതാണ്. ബൈബിൾ ഉടനീളം കാണാം ഓരോ വ്യക്തികളെ പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവത്തോടൊരു അടുപ്പം, പ്രാർത്ഥിക്കുന്ന ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ കലവറ തുറക്കുന്ന ഒരു താക്കോൽ നമുക്ക് കാണാൻ പറ്റും. ഇനി ചിലരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ പ്രാർത്ഥനാ ജീവിതം അവനെ ഒരു പവർ ഹൗസ് പോലാക്കി മാറ്റും. നമ്മുടെ വീട്ടിലേക്ക് വരുന്നു, നമ്മുടെ വീട്ടിൽ മീറ്ററുണ്ട്, കാര്യങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ മിക്കവാറും എല്ലാ വാർഡിന്റെ ഒരു മൂല ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ട്. അതിന്റെ മേൽ അവിടെ ആയിരിക്കും, അതിന് നമ്മുടെ ട്രാൻസ്ഫോമർ അവിടെ ആയിരിക്കുന്നത് പറയും. സാർ ഇതിന് അവിടെ നിന്നാ ഇതെല്ലാം എന്ത് ചെയ്യുന്നത് പോകുന്നത്. ഇനി അതിലും വലുതുണ്ട്, അത് ഉൽപ്പാദിപ്പിക്കുന്നിടത്തൊരെണ്ണമുണ്ട്. എന്ന് പറയുന്ന പോലെ ചില പവർ ഹൗസായിട്ട് ചില ജീവിതം മാറരുത് പ്രാർത്ഥനയോ. ഇനി എല്ലാവരും ഗൗരവ ബൈബിൾ ഉടനീളം പരിശോധിക്കുമ്പോൾ പ്രാർത്ഥനയുടെ റിസൾട്ടിനെ നമ്മൾ നോക്കുമ്പോൾ പ്രാർത്ഥന ഉപയോഗമില്ലാത്തതിനെ പ്രാർത്ഥന കഴിയുമ്പോൾ ഉപയോഗം ഉള്ളതാക്കി ദൈവം മാറ്റും. യൂസ്ലെസ്സിനെ യൂസ്ഫുൾ ആക്കി മാറ്റും. ഉറക്കെ പറയും, യൂസ്ലെസ്സിനെ യൂസ്ഫുൾ ആക്കി മാറ്റും. പക്ഷെ പ്രാർത്ഥനയ്ക്കപ്പുറം അത് ഉപയോഗമുള്ളതായി മാറി. അൺഫർട്ടൈൽ, ഒരു വളവില്ല, ഒന്നും നടക്കത്തില്ല, ഒരു മെച്ചമില്ല. മെച്ചമില്ലാത്തതെല്ലാം ഫെർട്ടൈലായി മെച്ചമുള്ളതായി മാറിയത് പ്രാർത്ഥനയ്ക്ക് ശേഷം കാണാൻ പറ്റും. മെച്ചമില്ല, ഗുണമില്ല എന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് ശേഷം എന്തായി? ഗുണമുള്ളതായി. ഇനി ഏറ്റവും അൺഫ്രൂട്ട്ഫുള്ളായി, ഫ്രൂട്ട്ലെസ് ആയി, ഫലമില്ലാതെ നിൽക്കുന്ന ജീവിതങ്ങൾ പ്രാർത്ഥനയ്ക്ക് ശേഷം ഫലം ഉള്ളതായി മാറുന്നത് കാണാൻ പറ്റും. അപ്പൊ ഗുണമില്ലാത്തതും ഫലമില്ലാത്തതും ഉപയോഗമില്ലാത്തതൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഗുണമുള്ളതും ഉപയോഗമുള്ളതും ഫലമുള്ളതായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിന്റെ അർത്ഥം പ്രാർത്ഥനാ ജീവിതം വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ തന്നെ നമ്മൾ വായിച്ച വചനത്തിൽ അവൻ പ്രാർത്ഥിച്ചു, അപ്പോൾ തന്നെ കർത്താവ് എങ്ങനെയുള്ളവനായി തീർന്നു? അനുസരണയുള്ളവനായി തീർന്നു. ഈ ഭൂമിയിലെ ചുരുങ്ങിയ ദിവസത്തെ വർഷത്തെ ശുശ്രൂഷയ്ക്കുള്ളിൽ യേശു കർത്താവ് ഈ ഐഹിക ജീവിതകാലത്ത് പ്രാർത്ഥിച്ചു. എങ്ങനെയുള്ള പ്രാർത്ഥന? അനുസരണ ഉള്ളവനായിട്ടുള്ള പ്രാർത്ഥന. അതിന് മറുപടി ലഭിച്ചു. മറുപടി മാത്രമല്ല, അവനെ നിർത്തിക്കൊണ്ടൊരു വിടുതലുമായി ആരാ കർത്താവിനെ വിശ്വസിക്കുന്നോ അവനെ എല്ലാം രക്ഷയിലേക്ക് എത്തിക്കും. ഇത് രണ്ടും പ്രാർത്ഥനയും അനുസരണവും ലിങ്കാണ് ബൈബിൾ നോക്കുന്നത്. അതാ പറഞ്ഞ ഒബീഡിയൻസ് ആൻഡ് പ്രയർ ലൈഫ്. പ്രാർത്ഥനയുടെയും അനുസരണത്തിന്റെ ജീവിതം അത്ഭുതത്തെയും അനുഗ്രഹത്തെയും നമ്മുടെ ജീവിതത്തിൽ നയിക്കും. 1 യോഹന്നാൻ 3:22 എന്ന് വായിച്ചു. 1 John chapter 3 verse 22. 1 യോഹന്നാൻ 3:22. 1 യോഹന്നാൻ അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവനെ പ്രസാദമുള്ളത് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്തു യാചിച്ചാലും അവങ്കിൽ നിന്ന് ഒന്നുകൂടെ വായിച്ച് എല്ലാവരും അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവനെ പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും. അപ്പൊ അനുസരണവും പ്രാർത്ഥനയും അതിന് എന്തോ കൊണ്ടുവരും? റിസൾട്ട്. ഇത് കൽപ്പനകളെ പ്രമാണിച്ച് അനുസരിക്കും, അവന് പ്രസാദമുള്ള നമ്മൾ യാചിച്ചാൽ അവന് നമുക്ക് എന്ത് ചെയ്യും? ലഭിക്കും. ഇനി ശ്രദ്ധിച്ചേ,
ബൈബിൾ ഉടനീളം ഏറ്റവും പ്രധാന അനുസരണം. ഏത് യാഗത്തെക്കാളും, ഒന്ന് ശൗമേൽ 15 കിടപ്പ്, യാഗത്തെക്കാളും എന്തിനേക്കാളും ഏറ്റവും പ്രധാനം എന്താണ്? അനുസരണം. ഞാൻ അതിലേക്ക് പോയ സമയം ഒത്തിരി പോകും. ഇനി ശ്രദ്ധിച്ച്, നമ്മുടെ മാതൃക ആരാണ്? യേശു കർത്താവ്. യേശു കർത്താവ്. നമ്മൾ ആദ്യം മാത്രം നടക്കാം. ലുക്കിംഗ് ഇൻടു ജീസസ്. യേശുവിനെ ശ്രദ്ധിക്കാം. യേശുവിന്റെ അനുസരണ ജീവിതവും യേശുവിന്റെ പ്രാർത്ഥനാ ജീവിതവും. ഇത് പറഞ്ഞ് നമ്മളിന്ന് പ്രാർത്ഥിക്കാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിടുതലാകാൻ പോവാം. പരിശുദ്ധമായ ഇന്നൊരു നിറവിലേക്ക് ദൈവം ഇന്ന് നിറച്ച് ഒരു നിറവിൻ്റെ ഒരു നിറവ് ഇതിൻ്റെ അകത്ത് കർത്താവ് ചെയ്യാം. ഇനിയുള്ളത് ഗൗരവമായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചോ. ഇനി പറയാൻ പോകുന്ന നിങ്ങളുടെ ലൈഫിന് എല്ലാവരോടും പറയാം. ജീവിത സാഹചര്യങ്ങളെ നേരിട്ടൊരു ജയത്തിന് വേണ്ടി പ്രാക്ടിക്കലായിട്ട് ഞാൻ സംസാരിക്കാൻ പോവാം. നമ്മുടെ മാതൃക യേശു കർത്താവ്. എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥനാ ജീവിതം വേണമെന്ന് പറയും? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? പ്രാർത്ഥിച്ചാലുള്ള ഗുണം മനസ്സിലായോ? പ്രാർത്ഥിച്ച യൂസ്ലെസ് എന്തോമായി മാറും? യൂസ്ഫുൾ ആയി. പ്രാർത്ഥിച്ചാൽ അൺഫെർട്ടൈൽ, ഒരു വിളവുമില്ലാത്തവൻ മെച്ചമുള്ള വിളവിൽ അനുഭവം. നമ്മൾ പറഞ്ഞില്ല ആ ഭൂമി ഒന്നിനും കൊള്ളത്തില്ല, മെച്ചമില്ലാത്ത, പക്ഷെ അതിനെ പിന്നെ ഫലമുള്ളതായി മാറുന്ന പോലെ മെച്ചമുള്ള ഭൂമിയായി മാറുന്നു. ചെറുത് കണ്ടില്ലേ, എന്ത് നട്ടാലും പോകും. അതെന്താ? മണ്ണിന്റെ ഗുണമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് വലിയ വളമൊന്നും വേണ്ട, ചുമ്മാ കൊണ്ട് കുഴിച്ചിട്ടാലും മതി. ഒരിച്ചിരിയുള്ള ഒരു ഉണക്ക കപ്പത്തുണ്ട് കൊണ്ട് കുഴിച്ചിട്ടാലും മതി. അത് പെട്ടെന്ന് സംഭവം. നമ്മൾ പിന്നെ കഷ്ടപ്പെട്ട് വളം വിട്ട് എന്തൊക്കെ ചെയ്തിട്ട് നോക്കിയാലും ചിലത് അത് നെയ്യത്തുമില്ല. അതെന്താ? ആ മണ്ണിന്റെ മെച്ചം. അതാ ചില ഏരിയകൾക്ക്, കൃഷികൾക്ക് നല്ല ഗുണം വരുന്നത് എന്ന് പറയുന്ന പോലെ പ്രാർത്ഥന മെച്ചമില്ലാത്തതിനെ മെച്ചമുള്ളതാക്കും. പ്രാർത്ഥന ഫലമില്ലാത്തതിനെ ഫലമുള്ളതാക്കി മാറ്റും. ഒന്ന്, യേശുവിന്റെ ജീവിതം പരിശോധിച്ച്. യേശുവിന്റെ ശുശ്രൂഷ തുടങ്ങിയത് പ്രാർത്ഥനയിലാണ് തുടങ്ങിയത്. യാഗപീഠം പണിയണം ഞാൻ പറഞ്ഞത്. ലൂക്കോസ് 3:21-22 വായിച്ചു. ഗൗരവമായി ഈ വചനത്തെ എല്ലാവരും ശ്രദ്ധിച്ചോ. ലൂക്കോസ് 3:21-22. ജനമെല്ലാം സ്നാനമേൽക്കയിൽ യേശു ദൈവത്തിന്റെ കൽപ്പനയാണ് സ്നാനം. എല്ലാവരും കേൾക്കാനുള്ളതാ. കർത്താവിൽ വിശ്വസിക്ക്. ആ വിശ്വാസത്തിന്റെ പ്രായമായി കഴിഞ്ഞാൽ, മനസ്സിലായി കഴിഞ്ഞാൽ അവൻ എന്തോ ചെയ്യണം? സ്നാനപ്പെടണം. ജനമെല്ലാം സ്നാനമേൽക്കയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ജനമെല്ലാം സ്നാനമേറ്റു. യേശു അവിടെ കൊണ്ട് നിന്നില്ല. യേശു കർത്താവും ആ മനുഷ്യനായി ഭൂമിയിൽ വന്നതിന്റെ സകല നീതിയുടെ നിവൃത്തീകരണമായി മാതൃകയായി യേശു കർത്താവ് എന്ത് ചെയ്തു? യോഹന്നാന്റെ കൈ കീഴിൽ യോർദാനിൽ എന്ത് ചെയ്തു? സ്നാനമേറ്റു. എന്നിട്ട് യേശു കർത്താവ് സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. സ്നാനമേറ്റ് യേശു കർത്താവ് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? സ്വർഗം തുറന്നു. കർത്താവ് ഈ ഭൂമിയിൽ വന്ന് തന്ന ആദ്യ മാതൃക, നീയും പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ തുറക്കേണ്ടത് തുറക്കും. നമ്മുടെ ലുക്കിംഗ് ഇൻടു ജീസസ്, നമ്മുടെ മാതൃക കർത്താവാണ്. സ്നാനം മേൽക്കാൻ ഇറങ്ങി പ്രാർത്ഥിച്ചു, സ്വർഗം തുറന്നു. ഇന്ന് പകൽ ചിലതിനോട് ദൂത് പറയാം. നമ്മുടെ പ്രാർത്ഥിക്കുന്നവനോട് ദൂത് പറയാം, നിനക്ക് മീതെ, പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ മീതെ തുറന്ന സ്വർഗം വെളിപ്പെടും. തുറന്ന സ്വർഗം വെളിപ്പെടും. ചിലതൊക്കെ അടഞ്ഞിരിക്കുകയല്ല, പ്രാർത്ഥിക്കുന്നവന്റെ മീതെ തുറന്ന സ്വർഗം. എന്നിട്ട് പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായി. ദൈവം ഉറപ്പിച്ചു കൊടുത്തു ഉയരത്തിന്ന്. പിതാവാം ദൈവം, മറിയത്തിന്റെ കുഞ്ഞല്ലേ, അച്ഛന്റെ മകനല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി നടന്നവരെ ഉറപ്പിച്ചു. അവർ മുമ്പ് വെച്ച് പറഞ്ഞു, ഇത് ഇവൻ എന്റെ, ഇവന് ആരെ അനുസരിക്കണം? പ്രാർത്ഥിച്ച വേറൊരു ഗുണം, നിന്നെ ദൈവം തെളിയിക്കും. നിന്നെ ഉയരത്തി നയിച്ചതാണെന്നും ഉടമസ്ഥൻ ദൈവമാണെന്നും നിന്നെ തെളിയിക്കുന്ന ഒരു സമയം വെളിപ്പെടും. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി സ്വർഗം തുറക്കും. ഹല്ലേലൂയ. ഞാനൊരു പറയാം, പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. നിന്നെ വിളിച്ചത് ദൈവമാണെന്നും നിന്റെ ദൈവം വിശ്വസ്തനാണെന്നും മറ്റുള്ളവർ കാണെ, മറ്റുള്ളവർ കേൾക്കെ നിന്നെ തെളിയിക്കുന്നൊരു ദൈവമുണ്ട്.
കേൾക്കിക്കോട്ടെ. ഇപ്പൊ പുച്ഛിക്കുന്നവര് പുച്ഛിക്കോട്ടെ. തച്ചന്റെ മകനാ, മറിയത്തിന്റെ മകനാ, ഇവന്റെ എല്ലാം നമുക്കറിയാവുന്നതല്ലേ, ഇവന്റെ 30 വർഷം നമുക്കറിയാവുന്നതല്ലേ, പറഞ്ഞോ. പക്ഷെ സ്വർഗം തുറക്കുന്ന ഒരു സമയമുണ്ട്. എന്തെന്നറിയത്തില്ല, ഇത് ഒരു വ്യക്തിയോടുള്ള ദൂതല്ല, ഇത് ഈ മുഴുവൻ കോൺഗ്രിഗേഷനോട്, ഈ മുഴുവൻ ദൈവസഭയോടുമുള്ള ദൂതാണ്. നീ ആരോടും മറുപടി പറയാൻ പോകണ്ട, നീ ആരോടും തെളിയിക്കാൻ പോകണ്ട, നീ ഒറ്റ കാര്യം ചെയ്താൽ മതി. നീ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ, തുറക്കുന്നൊരു സ്വർഗമുണ്ട്. നിന്റെ കുടുംബത്തിന് മീതെ തുറന്ന സ്വർഗം, നിന്റെ ഭാവിക്ക് മീതെ തുറന്ന സ്വർഗം, നിന്റെ ജീവിതത്തിന് മേൽ, കുടുംബത്തിന് മേൽ തുറന്ന സ്വർഗം, നിന്റെ ബിസിനസിന്റെ മേൽ, നിന്റെ തൊഴിൽ മാർഗത്തിന്റെ മേൽ, നിന്റെ ശുശ്രൂഷയുടെ മേൽ, നിന്റെ തലമുറയുടെ മേൽ, നിന്റെ ഭാര്യയുടെ മേൽ, ഭർത്താവിന്റെ മേൽ, മാതാപിതാക്കളുടെ മേൽ ഒരു തുറന്ന സ്വർഗം. ഹല്ലേലൂയ. അപ്പൊ യേശു കർത്താവിന്റെ ശുശ്രൂഷയുടെ ആരംഭം പ്രാർത്ഥിച്ചു തുടങ്ങി. ഉറക്കെ പറ, പ്രാർത്ഥിച്ചു തുടങ്ങി. പിന്നീട് നോക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ കർത്താവ് തുടരുന്ന കാണാം. അധികാലത്തെ പോയി പ്രാർത്ഥിക്കുന്ന നമുക്ക് കാണാം, ഇരുട്ടോടെ പ്രാർത്ഥിക്കുന്നു. മർക്കോസ് പറയുന്നു, ലൂക്കോസ് പറയുന്നു, ഒരു രാത്രി മുഴുവൻ വീണ്ടും പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട് നിർത്തിയില്ല. ബൈബിൾ പല ഭാഗത്ത് സുവിശേഷങ്ങളിൽ കാണാം, അവൻ അധികാലത്തെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ അല്പം ഇരുട്ടോടെ പോയി എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. വേറെടുത്ത് പറയുന്നു, ഒരു രാത്രി മുഴുവൻ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അത് ലൂക്കോസ് 6 കിടപ്പുണ്ട്. അവൻ ആ കാലത്ത് ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതിന് ശേഷം തന്റെ കൂടെ നടക്കുന്ന 12 ശിഷ്യന്മാരെ എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. പ്രാർത്ഥനയിൽ തുടങ്ങി, പ്രാർത്ഥനയിൽ തുടർന്നു, പ്രാർത്ഥനയിൽ ചിലതിനെയൊക്കെ തെരഞ്ഞെടുത്തു. ഇനി ശ്രദ്ധിക്കണം. ഇനി 2 കാര്യം പറഞ്ഞ, പ്രാർത്ഥനയും അനുസരണം. പ്രാർത്ഥന, അനുസരണം. കർത്താവ് തന്നെ ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് ഉയർന്ന മലയിലേക്ക് പോയി അവർ വെച്ച് പ്രാർത്ഥിച്ചപ്പോ പിന്നെ രൂപം മാറി എന്നവർ. ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ പറ്റാത്ത വെണ്മയായി യേശു മാറും. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 28 തൊട്ട് വായിച്ച് ആ വാചനം എല്ലാവരും ശ്രദ്ധിക്കണേ. ലൂക്കോസ് 6 മലമുകളിൽ പോയി ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു, ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു. 6, 12, 13. ഇനി 9 എടുത്തേ. 9 ലൂക്കോസ് 9:28 മുതൽ ഒന്ന് വായിക്കുന്നു. സ്ക്രീനിൽ കാണിക്കുക. എല്ലാവരും ആ വചനത്തെ ശ്രദ്ധിക്കുക. അതിൽ നിന്നൊരു ദൂത് പറയാനുണ്ട്. ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ, അപ്പൊ ഒരു കാര്യങ്ങൾ കഴിഞ്ഞു. വീണ്ടും ഒരു 8 നാൾ കഴിഞ്ഞ് അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട്, അപ്പൊ ഈ 3 പേരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. ഒരു ഉയർന്ന മലയിലേക്ക് കർത്താവ് പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്തു? കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? മുഖത്തിന്റെ ഭാവം മാറി. യേശു കർത്താവിന്റെ മുഖത്തിന്റെ ഭാവം മാറി, ചേഞ്ച് വരാം. അപ്പൊ പ്രാർത്ഥന ചിലതിനെ ചേഞ്ച് ചെയ്യും. ഉടുപ്പേ മിന്നുന്ന വെള്ളയായി തീർന്നു. പിന്നെ അവര് നോക്കുമ്പോ ഒന്ന് മുഖം എന്ത് ചെയ്തു? മുഖം മാറി, മുഖഭാവം മാറി. ഉടുപ്പ് എന്ത് ചെയ്യുന്നു? മിന്നുന്ന വെള്ളയായി. മിന്നുന്ന വെള്ളയെന്നല്ല, മിന്നുന്ന വെള്ളം, തിളങ്ങുന്ന, വെട്ടിത്തിളങ്ങുന്ന റിഫ്ലക്ട് പോലെ അടിക്കുന്ന വെള്ളം. അടുത്ത് 2 പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു, മോശയും ഏലിയാവും തന്നെ. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി അവൻ യെരൂശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെ കുറിച്ച് സംസാരിച്ചു. മതി. അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോ ഇതുവരെ കാണാത്ത ചില കാഴ്ച എന്ത് ചെയ്തു? കണ്ടു. പഴയ നിയമത്തിന് മോശയും ഏലിയാവും എന്ത് ചെയ്തു? വെളിപ്പെട്ടു. പ്രാർത്ഥിക്കുന്നവനോട് അടുത്ത ദൂത് എന്റെ കർത്താവ് കാണിച്ചു കൊടുക്ക. നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഇതുവരെ കാണാത്തത് നീ കാണും. ഇതുവരെ വെളിപ്പെടാത്തത് നമുക്ക് വേണ്ടി വെളിപ്പെടും. ഇന്ന് പകൽ ദൈവം ചിലരെ പ്രബോധിപ്പിക്കുന്നു, ഉത്സാഹിപ്പിക്കുന്നു. നീ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ.
ഇതുവരെ കാണാത്ത നീ കാണും. പത്രോസ്, യാക്കോബ്, യോഹന്നാനും ജനനം കൊണ്ട് ചുരുക്കിയ വർഷങ്ങൾ മാത്രം ജീവിച്ചതാ. അവർക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പേ ജനിച്ച് ജീവിച്ച് മരിച്ച ചിലരെ കൺമുമ്പിൽ ദൈവാത്മാവൽ കാണിച്ചു കൊടുത്തു. ഇന്ന് പകൽ നിന്റെ ആയുസ് കൊണ്ട് പലതും കാണാൻ പറ്റത്തില്ലെന്ന് നീ ചിന്തിച്ചത്, നിന്റെ ആയുസ്സിൽ ഒരിക്കലും നടക്കില്ല എന്ന് നീ ചിന്തിച്ചത്, പ്രാർത്ഥിക്കുന്ന ദൈവവൈതലിനോട് പറയുന്നു, നിന്റെ കൺമുമ്പിൽ കൊണ്ട് കാണിപ്പാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. പ്രാർത്ഥനയുടെ ശക്തി പറയാം. ഇനി പറയാം. അപ്പൊ യേശു കർത്താവ് പ്രാർത്ഥനയിൽ തുടങ്ങി, പ്രാർത്ഥനയിൽ തുടർന്നു, പ്രാർത്ഥനയിൽ ചിലതൊക്കെ തിരഞ്ഞെടുത്തു. നമുക്ക് മാതൃകയാണ്. ഇനി അതുപോലെ തന്നെയാണ് കർത്താവ് അനുസരിച്ചു. അനുസരണം എവിടെ നിന്ന് തുടങ്ങുന്നതെന്ന് അറിയാമോ? ലൂക്കോസ് 2:51-52. എല്ലാവരും ആ വചനം ശ്രദ്ധിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം. അപ്പൊ തുടക്കത്തിൽ അനുസരണം, അതുപോലെ തന്നെ ജനനം മുതൽ ഒരു അനുസരണം. ലൂക്കോസ് 2:51-52. പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസ്രയത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. യേശു കർത്താവ് മാതാപിതാക്കൾക്ക് എന്ത് ചെയ്തു? കീഴടങ്ങി. അതിന് മുമ്പോട്ടൊന്ന് വായിച്ചോ, 49 വായിച്ചോ, മനസ്സിലാവും. അവൻ അവരോട്, എന്നെ തിരഞ്ഞത് എന്തിന്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോട് കൂടെ ഇറങ്ങി നസ്രയത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. യേശു കർത്താവ് മാതാപിതാക്കൾക്ക് എന്ത് ചെയ്തു? കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. 30-ാമത്തെ വയസ്സിൽ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പുള്ള അനുഭവമാണിത്. യേശു നസ്രത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങി, അനുസരണമുള്ളവനായി. അത് എന്തിലേക്ക് വന്നു? യേശു ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും എന്ത് ചെയ്തു? മുതിർന്നു വന്നു. യേശു കർത്താവ് തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് എന്ത്? അനുസരണമുള്ളവൻ. അവരൊക്കെ പറ, അനുസരണമുള്ളവൻ. മാതാപിതാക്കൾക്ക് അനുസരണമുള്ളവരായി എന്ത് ചെയ്തു? തന്റെ 30-ാമത്തെ ശുശ്രൂഷ തുടങ്ങുന്ന യോർദാനിൽ യോഹന്നാനാൽ സ്നാനപ്പെടുന്നവരെ സമയം വരെ അനുസരണം. കർത്താവിന്റെ ലൈഫിൽ നിന്നുള്ള മാതൃകയാണ് അത്. അവന്റെ ജീവിതത്തിൽ എന്തായി? കർത്താവ് പൂർണ്ണ മനുഷ്യൻ എന്ന രീതിയിൽ ഞാൻ സംസാരിക്കുന്നത്. വളർച്ചയിലും ദൈവത്തിനും മനുഷ്യന്റെ കൃപയിലും എന്ത് ചെയ്യുന്നു? അനുസരണത്തോടെ കാത്തിരുന്നപ്പോ വേറെ ചില സൈഡിൽ വളരേണ്ടത് വളർന്നു. അനുസരണത്തിന്റെ അനുഗ്രഹം. അതിന്റെ അർത്ഥം അനുസരണം നമ്മളെ വളർച്ചയിലേക്ക് കൊണ്ടെത്തിക്കും. ഒരു സൈഡിൽ അത്ഭുതം പ്രാർത്ഥന കാണിക്കുമ്പോൾ അനുസരണം ചില വളർച്ചയിലേക്ക് നമ്മളെ കൊണ്ടെത്തും. നമ്മൾ വായിച്ച വചനത്തിലേക്ക് വരാൻ പോവുക. നമ്മൾ വായിച്ചത് യേശു ഈ ഭൂമിയിൽ ഐഹിക ജീവിതകാലത്ത് ആരോട് പ്രാർത്ഥിച്ചെന്നാ? തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുള്ളവനോട് ഉറച്ച നിലവിളിയോട് പ്രാർത്ഥിച്ചു. അതിന് അനുസരണമുള്ളവനായി പ്രാർത്ഥിച്ചു. അതിന്റെ റിസൾട്ട് ലഭിച്ചു. ആ പ്രാർത്ഥനയാണ് ലൂക്കോസ് 22 എടുത്തേ. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം എടുത്തേ. എല്ലാവരും ആ വചനത്തെ ഒന്ന് ശ്രദ്ധിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 41 തൊട്ടാണ് നമ്മൾ വായിക്കേണ്ടതെങ്കിലും അതിന് തൊട്ട് 2-3 വചനങ്ങളുടെ മുന്നോട്ട് വെച്ച് വായിച്ചോ. യേശു പ്രാർത്ഥിക്കാൻ മലയിലോട്ട് പോകുന്ന അനുഭവം തൊട്ട് പതിവ് പോലെ ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. യേശുവിനെ ആരൊക്കെ അനുഗമിച്ചു? തന്റെ ശിഷ്യന്മാരും അനുഗമിച്ചു. ആ സ്ഥലത്ത് എത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ. അപ്പം യേശു കർത്താവ് ആ സ്ഥലത്തെത്തിയപ്പോ അവരോട് പറഞ്ഞു പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ. കൂടെ ഒന്നോരോട് പറഞ്ഞു പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പി. എന്നിട്ട് യേശു എന്ത് ചെയ്തു? 41 എന്താ പറയുന്നേ? താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി.
യേശു എന്ത് ചെയ്തു? മുട്ടുകുത്തി. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ. ഇത് എവിടാന്നറിയാമോ? തന്റെ ജീവിത ശുശ്രൂഷയുടെ അവസാന സമയം, കാൽവറിയിൽ യാഗമാകുന്നതിന് മുമ്പേ അഗസ്തമനയിൽ തോട്ടത്തിൽ തന്റെ പ്രാർത്ഥനയാണ്. അവ തുടങ്ങിയവൻ, തുടർന്നവൻ, പ്രാർത്ഥനയിൽ തെരഞ്ഞെടുത്ത കർത്താവ്, അനുസരണത്തിൽ ജീവിതം ആരംഭിച്ച കർത്താവ്, പ്രാർത്ഥനയെ അനുസരണവും ഒന്നിച്ച് ജോയിൻ ചെയ്യുന്ന ഭാഗമാണ് ഇവിടെ. ഇനി വായിച്ച്. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എന്നിട്ട് പ്രാർത്ഥിക്കുക, പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. അതായത് മാനവജാതിയുടെ പാപം മുഴുവൻ തന്നിലേക്ക് വരികയാണ്. ആ അനുഭവത്തിൽ നിന്നാ പറയാം, കർത്താവേ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ. പ്രാർത്ഥിച്ചു. അടുത്തത്, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. കണ്ടോ? എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ. അതാണ് അനുസരണമുള്ളവനായ, ഹല്ലേലൂയ, മരണത്തോടും രക്ഷിപ്പാൻ കഴിയുന്നവൻ നിലവിളിയോട് പ്രാർത്ഥിച്ചു. എങ്കിലും അനുസരണമുള്ളവനായി പ്രാർത്ഥിച്ചത് കൊണ്ട്, കണ്ടോ, പ്രാർത്ഥനയും അനുസരണവും ഒന്നിച്ചു വരിക. കർത്താവേ, എന്റെ ആഗ്രഹം, മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ നോക്കുമ്പോ ഇതെല്ലാം കൂടെ എന്റെ മേൽ വന്നൊരു വലിയ ഭാരമായി വരും. എന്നെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല. ഈ പാനപാത്രം എന്ത് ചെയ്യണം? മാറ്റണേ. എന്നിട്ട് പറയാണ്, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. അവിടാണ് അനുസരണം വെളിപ്പെടുന്നത്. ഇനി അടുത്ത വാക്ക് വായിച്ച്. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവനെ പ്രത്യക്ഷനായി. ഇത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? സ്വർഗ്ഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി എന്ത് ചെയ്തു? പ്രത്യക്ഷനായി അവനെ ശക്തിപ്പെടുത്തി. പ്രാർത്ഥിക്കുന്നതിന്റെ ഗുണം കണ്ടോ? ബലഹീനമായ അവസ്ഥയിലും ദൈവം തന്റെ ദൂതനെ ഇറക്കി ശക്തിപ്പെടുത്തി. അപ്പം ആ കാൽവറിക്ക് മുമ്പ് ഗസ്തമനയിൽ എന്റെ കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, കർത്താവേ എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ഇനി നമ്മൾ ആ വായിച്ച എബ്രായർ 5:7-8 ഒന്നുകൂടെ വായിച്ചേ. ഇനി അത് വായിക്കുമ്പോൾ അതിന്റെ മഹത്വം മനസ്സിലാവും. ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അടുത്തത്, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു. അപ്പൊ യേശു കർത്താവ് കഷ്ടം അനുഭവിച്ച് സത്യം പറഞ്ഞ എന്തുവാ? അനുസരണമാണ് കാണിച്ചത്. നിലവിളിച്ചു, കർത്താവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും നീക്കണേ. പുത്രന കൽപ്പിച്ചാൽ ദൂതന്മാർ ഇറങ്ങും. എങ്കിലും അനുസരണമുള്ളവനായി. ഇന്ന് പകൽ പ്രാർത്ഥനയും അനുസരണവും നിന്റെ ജീവിതത്തിൽ അത്ഭുതത്തെയും അനുഗ്രഹത്തെ കൊണ്ടുവരാം. ഇന്ന് പകൽ നമ്മൾ ഈ അനുഗ്രഹം അനുഭവിപ്പാൻ, ഇന്ന് പകലും നമ്മൾ ഈ ദൈവകൃപ അനുഭവിക്കാൻ, ഇനിയും ചിലതും ഈ ദൈവകൃപ അനുഭവിക്കാൻ കാരണം എന്താ? പുത്രനെങ്കിലും നമുക്കായി അനുസരണമുള്ളവനായി എന്റെ കർത്താവ് മാറിയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് തന്നെ അനുസരിക്കുന്നവരെ രക്ഷിപ്പാൻ കാരണഭൂതനായി മാറി. ഇപ്പോൾ ഇത് വായിച്ചിട്ട് നമ്മൾ ഈ വായിച്ച വചനം വായിച്ചപ്പോൾ അതിന്റെ മഹത്വം മനസ്സിലായോ? അപ്പൊ പ്രാർത്ഥനയുടെയും അനുസരണത്തിന്റെയും ജീവിതം നമ്മുടെ ജീവിതത്തിൽ അനുഭവമാണ്. ഇന്നൊരു തീരുമാനമെടുക്കുക, എന്റെ ജീവിതം പ്രാർത്ഥനയുള്ള ജീവിതമായിരിക്കും, അനുസരണത്തിന്റെ ജീവിതമായിരിക്കും. ഇത് രണ്ടും കൂടെ ഒന്നിച്ചു പോകുമ്പോഴാണ് അതിന്റെ മഹത്വം വെളിപ്പെടുന്നത്. ദൈവത്തോട് അപേക്ഷിക്കുന്ന അനുഭവം, അപ്പോൾ തന്നെ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്ന അനുഭവം. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ വിജയത്തെ കൊണ്ടുവരും. ഒറ്റ കാര്യമുള്ളൂ, ഒന്ന് പ്രാർത്ഥനയിൽ നമ്മൾ മടുക്കരുത്. അവർക്ക് പറയാം, പ്രാർത്ഥനയെ നമ്മൾ എന്ത് ചെയ്യരുത്? മടുക്കരുത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞിട്ടുണ്ട്, മടുത്തു പോകാതെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അതിന് ഉപമയും പറഞ്ഞു, മടുത്തു പോകാതെ. ഒരു വിധവയുടെ ഉപമ പറഞ്ഞു, നിങ്ങൾ മടുത്തു പോകാതെ ആദ്യം മുട്ടുമ്പോൾ, ആദ്യം അപേക്ഷിക്കുമ്പോൾ കിട്ടിയില്ലെന്ന് പറഞ്ഞ് വിട്ടുകളയല്ല, വീണ്ടും വിടാതെ പിന്തുടർന്നാൽ നിങ്ങൾക്ക് അതിന്റെ മഹത്വം അനുഭവിക്കാം.
യോഹന്നാൻ 11:1 എടുത്തേ. യോഹന്നല്ല, ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 1-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. അവൻ ഒരു സ്ഥലത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു മിനിറ്റ്, എല്ലാവരും ഒന്ന് എടുക്ക്. ലൂക്കോസ് 11:1. ലൂക്ക് 11:1. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. ഒറ്റ കാര്യം അവർ ആഗ്രഹിച്ചു, ഞങ്ങളെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അവർക്ക് മനസ്സിലായി പ്രാർത്ഥിച്ചാൽ ഒരു വിടുതലുണ്ട്. ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ജീവിതം ഉണ്ടായിരിക്കും. അടുത്തിരിക്കുന്നതോടെ ബുദ്ധിമുട്ടില്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ഒരു ഉത്സാഹം കാണിക്കണമെന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാൻ ഉത്സാഹം കാണിക്കണം. അറിഞ്ഞില്ലെങ്കിൽ ആദ്യം പഠിക്കേണ്ടത് എന്താ അറിയോ? പ്രാർത്ഥിക്കാൻ പഠിക്കണം. എങ്ങനെ ഭാഷ ചോദിക്കുക, പറഞ്ഞുതരാം. എങ്ങനെ എനിക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റും? എനിക്ക് വീട്ടിൽ വന്നിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. എല്ലാം കഴിയുമ്പോൾ പ്രാർത്ഥിക്കാൻ മനസ്സ് വരുന്നില്ല. വ്യക്തിപരമായ പ്രാർത്ഥനയില്ല, കുടുംബ പ്രാർത്ഥനയോ പറ്റുന്നില്ല, അല്ലാതെ വ്യക്തിപരമായ പ്രാർത്ഥന അതും പറ്റുന്നില്ല. അങ്ങനെ പോകരുത്. നമ്മൾ ആദ്യം ക്രിസ്തീയ ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു കാര്യം, ഞാൻ പറയാം, പാട്ട് നല്ലതാ. പാട്ട് പഠിക്കുന്നതിനേക്കാൾ ചിലർക്ക് വാക്യം കാണാതെ പഠിക്കാം നന്നായിട്ട് അറിയാം. ഇപ്പൊ എന്നേക്കാൾ വാക്യം കാണാതെ പഠിക്കുന്നത് അറിയാം, അങ്ങനെയുള്ളവരുണ്ട്. കുഴപ്പം, നല്ല കാര്യമാണ്. പക്ഷെ പ്രാർത്ഥിക്കണം. നമ്മൾ പാട്ട് നന്നായിട്ട് അറിയാം, ട്യൂണി പാടാൻ അറിയാം, വാക്യങ്ങളൊക്കെ 100-150 വാക്യങ്ങൾ കാണാതെ പറയാൻ അറിയാം. പക്ഷെ പ്രാർത്ഥനയും കർത്താവുമായിട്ട് ബന്ധമില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. അതെല്ലാം റിലീജിയസ്, മതപരമായ അനുഭവങ്ങളായി മാറും, മതപരമായ ചടങ്ങുകളായി മാറും. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് ബന്ധം, റിലേഷൻ. അതാ തലയായവനിൽ നിന്ന് വിട്ടുമാറൽ. തലയായവനിൽ എന്ത് ചെയ്ത് വിട്ടുമാറരുത്. അവര് കർത്താവെ ഞങ്ങളെ എന്ത് ചെയ്യണം? പ്രാർത്ഥിപ്പാൻ. ഇവർക്ക് മനസ്സിലായി, ഈ കർത്താവിന്റെ പ്രാർത്ഥനയൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി. 9 പ്രാർത്ഥിച്ചു, 6 പ്രാർത്ഥിച്ചു, തുടക്കം മുതൽ ലൂക്കോസിൽ ആദ്യ ഭാഗങ്ങളിൽ പ്രാർത്ഥിച്ചു, സ്നാനപ്പെട്ട മുതൽ പ്രാർത്ഥിച്ചു, ഇടയ്ക്ക് പ്രാർത്ഥിച്ചു, മറുരൂപം മലയിൽ പ്രാർത്ഥിച്ചു. ഇതെല്ലാം കണ്ടപ്പോൾ 11-ാം അധ്യായത്തിൽ ഇവർ പറയാം, ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. ഇത് പഠിച്ചോ? പ്രാർത്ഥിച്ചു തുടങ്ങിയോ? ഇന്ന് പലൊരു കാര്യം പറയാം, മെച്ചമില്ലാത്തത് മെച്ചമാവും, ഗുണമില്ലാത്തത് ഗുണമാകും, ഉപയോഗമില്ലാത്തത് ഉപയോഗമുള്ളതായി മാറും, ഫലമില്ലാത്തത് ഫലമുള്ളതായി മാറും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പറ്റും. കർത്താവ് പ്രാർത്ഥനയുടെ മോഡൽ പറഞ്ഞു. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞു നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കണം. വെറുതെ പ്രാർത്ഥിക്കരുത്. തന്നെ താൻ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയൊരു മോഡൽ. അത് തന്നെ പ്രാർത്ഥിക്കണമെന്നല്ല, ചിലർക്ക് തെറ്റുകയാണ്. അത് പ്രാർത്ഥിക്കണമെന്നല്ല, പ്രത്യേകിച്ച് ഇംഗ്ലീഷിലും മലയാളത്തിലും കിടപ്പുണ്ട്. പ്രാർത്ഥനയുടെ ഒരു മാതൃക, പ്രാർത്ഥനയുടെ മോഡൽ പ്രയർ. ഒരു മോഡൽ, സ്ട്രക്ചർ പറയാം. അതിന്റെ ഫ്രണ്ട് എങ്ങനെ ആയിരിക്കണം, അതിന്റെ ബോഡി എങ്ങനെ ആയിരിക്കണം, അതിന്റെ കൺക്ലൂഷൻ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങണം, എങ്ങനെ സ്തുതിച്ച് ദൈവത്തെ തുടങ്ങണം, എന്ത് നിനക്ക് പറയാം, എന്ത് പറഞ്ഞ് അവസാനിപ്പിക്കണം പ്രാർത്ഥനയിൽ. അത് പ്രാർത്ഥന ഒരു മോഡൽ. ആ മോഡലിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. പഠിപ്പിച്ച് പ്രാർത്ഥിക്കാൻ എങ്ങനെ വാക്ക് പറയണമെന്ന് ശ്രദ്ധിക്കണം. ഇനി അതിന്റെ 2, 3, 4, 5 വാക്യങ്ങൾ വായിക്കും. 3, 4 വായിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ചില വാക്കുകൾ ദൈവം പറഞ്ഞു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം മഹത്വപ്പെടണമേ, കർത്താവിന്റെ നാമം മഹത്വപ്പെടണമേ എന്ന് പറഞ്ഞ് ഒരു മോഡൽ പറഞ്ഞു കൊടുത്തു. മോഡൽ പറഞ്ഞു കൊടുത്തിട്ട് വേറൊരു കാര്യം കൂടെ പറയാം. അതാണ് നമ്മുടെ കർത്താവ് മോഡൽ പറഞ്ഞു കൊടുത്തിട്ട്, നീ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. താരോട്ട് വായിക്കുമ്പോൾ മടുത്തു പോകാതെയും കൂടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മോഡൽ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, എന്തോ വേണം? മടുത്തു പോകാതെ. അതാണ് ഉദാഹരണം പറഞ്ഞു. ഒരു സ്നേഹിതൻ വേറൊരു സ്നേഹിതന്റെ വീട്ടിൽ വന്നു. അപ്പം സ്നേഹിതനാ വന്നത്, പക്ഷെ ഇവന്റെ വീട്ടിൽ ആഹാരം എന്ത് ചെയ്തില്ല, തീർന്നുപോയി. സ്വന്തം വീട്ടിലേക്ക് ഒരു സ്നേഹിതൻ കയറി വന്നു. അവന് കൊടുക്കാൻ ആഹാരമില്ല. പക്ഷെ ഈ വീട്ടുകാരൻ ഒരു കാര്യം മനസ്സിലായി, എന്റെ അടുത്ത് വന്നവന് കൊടുക്കാൻ, അർദ്ധരാത്രിയിൽ വന്നവന് കൊടുക്കാൻ എന്റെ വീട്ടിലില്ല. 10 മണി ആയപ്പോഴേ എന്റെ വീട്ടിലുള്ളത് കഴിച്ച് ഞങ്ങൾ കിടന്നു. അർദ്ധരാത്രിക്ക് വന്ന എന്റെ സ്നേഹിതന് കൊടുക്കാൻ എന്റെ വീട്ടിൽ ഒന്നുമില്ല. പക്ഷെ ആ സ്നേഹിതൻ എന്താ ചെയ്തെന്നറിയാമോ? അവൻ വേറൊരു സ്നേഹിതന്റെ വീട്ടിലോട്ട് ഓടി. അവിടെ ചെന്ന് മുട്ടാൻ തുടങ്ങി. സ്നേഹിത, ഒന്ന് എഴുന്നേക്കണേ,
എനിക്ക് കുറച്ച് അപ്പം തരണം. കാരണം എൻ്റെ ഒരു സ്നേഹിതൻ എൻ്റെ വീട്ടിൽ അർദ്ധരാത്രിക്ക് വന്നിട്ട് അവന് കൊടുക്കാൻ ഒന്നുമില്ല. പക്ഷെ ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നു. ഒരു കാര്യം അറിയാം, ഏത് അർദ്ധരാത്രിയാണെങ്കിലും ഏത് സമയമാണെങ്കിലും നിന്റെ കലവറയിൽ ഒരു കുറവില്ലെന്ന് എനിക്കറിയാം. ഞാൻ വീണ്ടും മുട്ടുന്നു. മുട്ടിയപ്പോൾ അവിടെ നിന്ന് നല്ല വാർത്ത കേട്ടില്ല, നീ എൻ്റെ കൂട്ടുകാരനാ. പക്ഷെ ഒരു കാര്യം പറയാം, വാതിലടച്ചു, അർദ്ധരാത്രിയായി, പൈതങ്ങൾ കിടക്കുന്നു. ഒരു ബഹളം വെച്ച കുഞ്ഞിനെ, നമ്മുടെ ഭാഷയിൽ പറയാം, ബഹളം ഉണ്ടാക്കി കരഞ്ഞ പോലെ ഉണ്ടാക്കി. ഒരു 12 മണി 1:30 ആയപ്പോ ഒരു കൊച്ചിനെ എങ്ങനെയും ഒന്ന് ഉറക്കിയതേ ഉള്ളൂ. ഇനി ഞാൻ എഴുന്നേറ്റാ കൊച്ചെഴുന്നേൽക്കും, വീടിന്റെ അന്തരീക്ഷം മൊത്തം മാറും. നിനക്ക് തരണമെന്നുണ്ട്, പക്ഷെ എൻ്റെ വീട്ടിൽ ഇപ്പോൾ അത് പറ്റത്തില്ല. ഇത് കേട്ടിട്ടും ഓടി വന്ന സ്നേഹിതൻ വീണ്ടും മുട്ടിക്കൊണ്ടിരിക്കുന്നു. കാരണം എൻ്റെ വീട്ടിൽ ഒരു കുറവുണ്ട്, അവന് പരിഹരിക്കണമെങ്കിൽ നീ മാത്രമേ പറ്റത്തുള്ളൂ. കാരണം നിനക്ക് സഹായിക്കാൻ പറ്റും. നിന്റെ കലവറയിൽ ഒന്നിനും കുറവില്ല. ഏത് അർദ്ധരാത്രിക്ക് തുറക്കുന്നവനാ. ഇന്ന് പകൽ ചിലതിനോട് പറയുന്നു, കഴിഞ്ഞ നാളിൽ നിന്റെ വീട്ടിന്റെ കുറവ് കണ്ട്, നിന്റെ ജീവിത സാഹചര്യത്തിന്റെ ബുദ്ധിമുട്ട് കണ്ട് നീ മുട്ടിയിട്ടും തുറന്നില്ലെന്ന് പറഞ്ഞ് ഭാരപ്പെടരുത്. എന്റെ ദൈവം തുറക്കുന്ന ദൈവമാണ്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കൂ. പറയുന്നു, ആ സ്നേഹിതൻ ലജ്ജ കൂടാതെ മുട്ടിയതുകൊണ്ട് തുറന്ന് ചോദിച്ചതല്ല, വേണ്ടുവോളം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. യാചിപ്പാൻ എന്ന് പറയുമ്പോ കുറച്ചുകൂടെ നല്ല മലയാളം ചോദിക്കാൻ, ആസ്ക, ഇംഗ്ലീഷിൽ ആസ്ക, ചോദിക്കുക എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അന്വേഷിപ്പിൻ, സീക്ക് എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നോക്ക് എന്നാൽ നിങ്ങൾക്ക്. നീ ചോദിക്കുക ദൈവത്തോട്, ദൈവം തരും. നീ അന്വേഷിക്ക, കണ്ടെത്തും. മുട്ടുവിൻ, തുറക്ക്. നീ ചോദിക്ക. ആരോട്? ചോദിക്കേണ്ടവനോട് ചോദിക്ക. അയ്യോ എൻ്റെ വീട്ടിലില്ലല്ലോ, ഇല്ലല്ലോ, ഇല്ല, അവൻ വന്നല്ലോ, അവൻ വന്നു കയറിയല്ലോ, അവൻ അത്രയാത്തേക്ക് കൊടുക്കാൻ ഒന്നുമില്ലല്ലോ. അങ്ങനല്ല, നീ ചോദിക്ക. ചോദിക്കേണ്ടോട് ചോദിക്ക. എൻ്റെ വീട്ടിൽ ഇല്ല, നീ അന്വേഷിക്ക്. കലവറ തുറക്കുന്നൊരു വേറൊരു സ്നേഹിതനുണ്ട്. എന്റെ വീട്ടിലില്ലല്ലോ, ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നീ ബഹളം വെക്കുന്നതേക്കാൾ നല്ലത് ആ തുറക്കാൻ പറ്റുന്നവന്റെ വാതിൽക്കെന്ന് ഒരു മുട്ടും ബഹളം വെച്ചാൽ അത് വിടുതല. പലപ്പോഴും നമുക്ക് പറ്റുന്ന, നമ്മൾ ആ നിരാശയിലൊക്കെ നമ്മളോട് തന്നെ പറയും. പക്ഷെ അതിനെക്കാട്ടും നല്ലത് അതിന്റെ പകുതി പവർ മതി, ഇവിടെ പോയി മുട്ടിയാൽ മതി. കർത്താവിന്റെ വഴി തുറക്കും. ഒറ്റ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകും. ഉറക്കെ പറ, പ്രാർത്ഥന, അനുസരണം. എന്ത് മെസ്സേജ്? പ്രാർത്ഥനയുടെ അനുസരണത്തിന്റെ ജീവിതം അനുഗ്രഹത്തെയും അത്ഭുതത്തെയും കൊണ്ടുവരും. മാതൃകാര യേശു കർത്താവ് ഗസ്തമനയിലും അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചത്. നമ്മുടെ ജീവിതത്തിൽ അതുണ്ടായിരിക്കണം. പ്രാർത്ഥനയും അപേക്ഷയും അനുസരണവും ഒന്നിച്ച് ഒത്തിരി അനുഭവം ബൈബിൾ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിലുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവം പറയാം. ഒന്ന് യോഹന്നാൻ 2 കിടപ്പുണ്ട്, അടുത്തത് യോഹന്നാൻ 4 കിടപ്പുണ്ട്. ഇതെല്ലാം ഒരു സ്ഥലത്ത് തന്നെ നടന്നു. ആ രസം ഒരേ പട്ടണത്തിൽ നടന്ന ഒരു. ഒന്ന് യോഹന്നാൻ 2 എടുത്തേ, നമുക്ക് അറിയാവുന്ന സംഭവം. അത് പറഞ്ഞിട്ട് പ്രയറിലേക്ക് കയറാം. യോഹന്നാൻ 2 1-2 വാക്യം വായിച്ചു. മൂന്നാം നാൾ ഗലീലിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. ഗലീലിലെ കാനാവിൽ എന്തുണ്ടായിരുന്നു? ഒരു കല്യാണം ഉണ്ടായിരുന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ആരുണ്ടായിരുന്നു? യേശുവിന്റെ അമ്മയുണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും. അടുത്തതാണ് അതിന്റെ ഏറ്റവും ശ്രദ്ധയേറിയ കേന്ദ്രം. 2:2 യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിനെ ക്ഷണിച്ചിരുന്നു. അപ്പൊ ആരെ ക്ഷണിച്ചിരുന്നു? യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. യേശു ഉണ്ടായിരുന്നു. അതാണ് കേന്ദ്രം, അതാണ് തല. യേശു ഉണ്ടായിരുന്നു. യേശുവിനെ ക്ഷണിച്ച് ഇൻവൈറ്റ് ചെയ്തു. ഇനിയാണ് അടുത്തത്. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. വീഞ്ഞ്, ആ വീട്ടിലൊരു സംഭവം നടന്നു. അവിടെ ഒരു കുറവ്, വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ ആരെടുത്ത് വന്ന് പറഞ്ഞു?
യേശുവിനോട് പറഞ്ഞു, എന്താ പറഞ്ഞു? അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. അവർക്ക് വീഞ്ഞ്. കാരണം ഈ കാര്യം പറയാൻ കാരണം നമുക്കറിയാം, ആതിഥ്യ മര്യാദ ഏറ്റവും മുൻപന്തി നിൽക്കുന്നതാണ് ഇസ്രായേൽ പാലസ്തീൻ നാട്ടുകാർ. യഹൂദന്മാർക്ക് ആതിഥ്യ മര്യാദ ഭയങ്കരമാണ്. ഒരാൾ ഒരു കുറവ് വന്നാൽ, ഒരാൾക്ക് വീട്ടിൽ വന്നാൽ, അത് ഈ സ്നേഹിതന്റെ ഉപമയം പറഞ്ഞില്ലേ, അർദ്ധരാത്രിക്കാ വന്നേ, തൻ്റെ വീട്ടിൽ ഒന്നുമില്ല എങ്കിലും പോയി ഓടും അടുത്ത വീട്ടിൽ പോയി. കാരണം വീട്ടിൽ രാത്രി 12 മണിക്ക് വന്നവന് എന്തെങ്കിലും കൊടുക്കണം, തൻ്റെ വീട്ടിലില്ലെങ്കിലും അടുത്ത വീട്ടിലെങ്കിലും വാങ്ങിച്ച് ഇവന് കൊടുക്കണം. അതൊരു ആതിഥ്യ മര്യാദ. അപ്പൊ ഇതേപോലെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വീഞ്ഞ് തീർന്നുപോയി. വലിയ നാണക്കേടുണ്ടാക്കും, ആ വീട്ടിന് നാണക്കേടുണ്ടാക്കും. ഇത്രയും പേരെ വിളിച്ചു വരുത്തിയിട്ട് വലിയ നീളത്തിൽ നിൽക്കുന്ന കല്യാണം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കരുതേണ്ട വീഞ്ഞ്, വേറെ എന്തെങ്കിലും കുറഞ്ഞു പോയാൽ കുറഞ്ഞു എന്ന് പറയും. പിന്നെന്തുവിനാ? വീഞ്ഞ്. വീഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനം. ബാക്കി ഏത് നമുക്ക് എന്ത് ചെയ്യാം? മിക്കവാറുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യും. അതെനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത്, ഞാൻ പഠിച്ച കോളേജിലാണ്. എല്ലാവർക്കും വേണ്ട ഒരു കാര്യമുണ്ട്, സാമ്പാറും അതുപോലെ പച്ചമോര് കിട്ടുന്ന ദിവസം എല്ലാവരും കുടിയോടുകൂടിയാണ്. ഒരു പകുതി കഴിയുമ്പോൾ ക്യാൻറ്റീനിലെ പുള്ളിക്കാരൻ ഒരു പരിപാടി ചെയ്യും. പുള്ളി അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന കാണാം, ടാപ്പ് തുറക്കുന്നേ കാണാം. എത്ര വേണമെങ്കിലും കുടിച്ചോളാൻ പറയും. അര ബക്കറ്റ് 2-3 ബക്കറ്റായിട്ട് പുള്ളി അങ്ങ് നിറയ്ക്കും. അല്ലെങ്കിൽ അപ്പൊ അതൊക്കെ പരിഹരിക്കാവുന്ന കാര്യമുള്ളൂ. വേണോ കുടിച്ചോ, എല്ലാവർക്കും രസം വേണം, എത്ര വേണേലും തരാതെ പറയുന്നത്. എന്നാലും പണ്ട് ഒരു 2 മല്ലിയിലയും 2 കരിയാപ്പിലും വിളിച്ചിടുമ്പോ സാധനം കാണാൻ നല്ല സൂപ്പർ സാധനം. പക്ഷെ കുടിക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ മുക്കാലും വെള്ളമാണ്. പക്ഷെ എങ്കിലും കണ്ടാ സൂപ്പറായിട്ടിരിക്കും. അപ്പൊ മറ്റേത് കാര്യം റെഡിയാക്കാൻ പറ്റും. പക്ഷേ ഈ വീഞ്ഞ് അങ്ങനെ റെഡിയാക്കാൻ പറ്റില്ല. കാരണം വീഞ്ഞ് ദിവസങ്ങൾ എടുത്ത് റെഡിയാവുന്നതാണ് വീഞ്ഞ്. മറ്റെന്ത് പോരായ്മയും പരിഹരിക്കാം, ഇത് പരിഹരിക്കാൻ പറ്റുന്നത്. അന്നത്തെ കാലത്തെ പോലെ വീഞ്ഞ് പെട്ടെന്ന് ടൗണിൽ കിട്ടുന്നതല്ല. എല്ലാ വീടുകളും അതനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് അവർ ഒരുക്കുന്നതാണ്. അത് പെട്ടെന്ന് ചിലപ്പോൾ അവൈലബിലിറ്റി ഇല്ല, ഇത്രയും പേർക്ക് കിട്ടില്ല. അവരൊന്നിട്ട് യേശുവിന്റെ അമ്മ വന്നിട്ട് പറഞ്ഞു, ഇവർക്ക് എന്തില്ല? അവരുടെ അപേക്ഷയാണ്, പ്രയറാണ്, ഒരു സപ്ലിക്കേഷനാണ്. വിഷയത്തെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്ന് അത് മാതൃക. മറിയ കാണിച്ചൊരു മാതൃകയാണ്. ആരോട് പ്രാർത്ഥിക്കണം, ആരോട് അപേക്ഷിക്കണം. മറിയ പറയുന്നു, നിന്റെ ഏത് വിഷയവും ആരെടുത്ത് കൊണ്ടുവരണം? ചിലർ ചോദിക്കും, നിങ്ങൾ മറിയത്തെ ബഹുമാനിക്കും. ഞാൻ പറഞ്ഞു, ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ മറിയത്തെ ബഹുമാനിക്കുന്നത്. അതെന്താ? പക്ഷെ ഞങ്ങളൊന്നും കാണുമല്ലോ. കാരണം മറിയത്തെ ബഹുമാനിക്കുന്ന ഞങ്ങളാണ്. കാരണം ഞങ്ങൾ യേശുവിനോട് വിഷയങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അത് മനസ്സിലാക്കിക്കോണം, മറിയത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നു. കാരണം മറിയ ഞങ്ങൾക്കൊരു മാതൃക കാണിച്ചു തന്നു. യേശുവിന്റെ അമ്മയായ ഭാഗ്യവതിയായ മറിയ പറഞ്ഞു തന്നു, നിനക്കൊരു പ്രശ്നം വരുമ്പോൾ യേശുവിന്റെ അടുത്തേക്ക് ചെല്ലുക, ലുക്കിംഗ് അൻടു ജീസസ്. മറിയ എന്ന് പറഞ്ഞു, ഇവർക്ക് എന്തില്ല? എന്നിട്ട് മറിയ വേറൊരു കാര്യം പറഞ്ഞു. അടുത്തത് യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അടുത്ത വാക്യം വെച്ചു. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്. അപ്പൊ യേശുവിന്റെ അമ്മ മറിയ ശുശ്രൂഷ, മേരി എന്തോ പറഞ്ഞേ? ശുശ്രൂഷക്കാരൻ എന്തോ പറഞ്ഞു? അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് നിങ്ങൾ ചെയ്യുവീൻ. യോർദാനിൽ സ്നാനമേറ്റപ്പോൾ ഉയർത്തി എന്ന് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പേ. കനാവിലെ കല്യാണ വീട്ടിൽ മറിയ പറഞ്ഞു, ശുശ്രൂഷക്കാരെ, ഞാൻ കൊടുക്കേണ്ട വിഷയം അവന്റെ കരങ്ങളിലേക്ക് കൊടുത്തു. ഇവിടെ ഒരു കുറവുണ്ടെന്ന് യേശുവിനോട് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവൻ ഒന്നും പറയുന്നില്ല, എന്റെ സമയമായില്ലെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഒരു കാര്യം പറയുന്നു, അവൻ എന്തെങ്കിലും കൽപ്പിച്ച ചെയ്തോണം. പ്രാർത്ഥന, അനുസരണം. വിഷയം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. ഇനി ഒറ്റ കാര്യം ചെയ്താൽ മതി, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അതനുസരിച്ചോണം. ഇന്ന് പകൽ നിങ്ങൾക്ക് മനസ്സിലായോ? പ്രയർ ലൈഫ്, നമ്മൾ അനുസരണത്തിന്റെ ജീവിതം, ഇത് രണ്ടും കൂടെ ഒന്നിച്ചു വരുമ്പോൾ
കാനാവിലെ കല്യാണ വീട്ടിൽ എന്തു സംഭവിച്ചു? പുറംപറമ്പിൽ പുറത്തു കിടന്ന കുറെ കൽപാത്രങ്ങളുണ്ട്, ശുദ്ധീകരണ നിയമത്തിന് ഉപയോഗിക്കുന്ന കൽപാത്രങ്ങൾ. അതിനെയെല്ലാം അകത്തോട്ട് കൊണ്ടുവന്ന് അതിൻ്റെ അകത്തെല്ലാം വക്കോളം വെള്ളം നിറച്ച് വിരുന്നുവാരിക്ക് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. ഹെഡ് വെയിറ്റർ, ഹല്ലേലൂയ, ആ കാറ്ററിംഗിന്റെ ഓണറിനോട്, അവിടെ കലവറയിൽ വിളമ്പുന്ന ഹെഡായവനോട് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. അവൻ കൊണ്ടുപോയി രുചിച്ചു നോക്കിയപ്പോ ഒരു കാര്യം മനസ്സിലായി. ഇതുവരെ ഇവിടുന്ന് വിളമ്പിയതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റേറിയ വീഞ്ഞ് അവിടെ പുറത്തു വരാനിട വന്നു. സാധാരണ എല്ലാം നല്ലത് ആദ്യം കൊടുത്തിട്ട് അവസാനം എങ്ങനെങ്കിലും ഒപ്പിച്ചു കൊടുക്കും. പക്ഷെ ഇപ്പോൾ ഒരു സംഭവം നടക്കുന്നു. പ്രാർത്ഥിക്കുന്നവനോടും അനുസരിക്കുന്നവനോടും ദൈവാത്മാവ് ഒരു കാര്യം പറയുന്നു, എങ്ങനെങ്കിലും ഒപ്പിച്ചു കൊടുക്കുകയല്ല, ഒരു നിറവിന്റെ മഹത്വത്തിന്റെ നിറവാ. ഇതിനൊരു ശക്തമായ ഒരു ദൂതുണ്ട്. കനാവിലെ കല്യാണ വീട്ടിൽ നമ്മൾ തരുന്ന ഒരു ദൂത് പറയാം. സാധാരണ നോർമൽ തിങ് എല്ലാം ആദ്യം നല്ലത് കൊടുത്ത് അവസാനം എളുപ്പമായത് എങ്ങനെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് അതങ്ങ് തീർക്കും. പക്ഷെ പ്രാർത്ഥിക്കുന്ന അനുസരിക്കുന്നവനോട് ദൂത് പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ തുടക്കത്തിൽ നീ ഒരു സ്ട്രഗിൾ അനുഭവിച്ചാലും ശൂന്യത അനുഭവിച്ചാലും എൻഡിങ്ങിലേക്ക് വരുമ്പോ അത് മഹത്വത്തിൻ്റെതായി തീരും, അത് ഗ്ലോറിയസ് ആയി തീരും, അതും വീര്യമുള്ളതായി തീരും, അതും അനുഭവങ്ങളായി മാറും.